ഒരു ദിവസം രാത്രിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫാദർ ബാക്കിൽ നിന്ന് വന്ന് കത്തി വെച്ച് കുത്തി. എൻ്റെ അമ്മേ. ബിക്കോസ് ഹി തോട്ട് ഈസ് എ തീഫ്. അവർക്ക് തിരിച്ചറിവില്ല. മൊബൈൽ ഫോൺ ഫ്രിഡ്ജിൽ കിടക്കുന്നു. അമ്മ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന കറികൾ അതിൻ്റെ സ്റ്റെപ്സ് മറന്നു പോകുന്നു. നോർമൽ ഡെയിലി ലൈഫ് എഫക്റ്റഡ് ആവും. CCTVയുടെ ഇത് എടുത്ത് നോക്കിയപ്പം രാത്രി 2 മണിക്ക് എങ്ങാണ്ട് പപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ബോഡിയാണ് അവർക്ക് കിട്ടുന്നത്. 25 വർഷം മുമ്പ് 25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് കിട്ടും. ഇപ്പൊ 2 തവണ ആശുപത്രി കിടന്ന. ദിസ് ഈസ് എ റാപ്പിഡ്ലി ഗ്രോയിങ് പോപ്പുലേഷൻ. കേരളത്തിൽ ബൈ 2030 to 35, 25% ഓഫ് കേരള വിൽ ബി അബവ് ദി ഏജ് ഓഫ് 60. റിട്ടയർമെന്റ് ഹോംസിന്റെ ബെനിഫിറ്റ് എന്താണ്? വൺ, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ മെയിൻ്റനൻസ്, അബൌട്ട് ദ ഹൗസ് കീപ്പിംഗ്. ആള് വന്നു ഒരു ബൾബ് ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ ഒരു ആളെ കിട്ടത്തില്ല. There is a happiness study. The biggest indicator for happiness wealth അല്ല. ശരിക്കും സമ്പത്ത് എന്ന് പറയുന്നത് സൗഹൃദങ്ങളാണ്. ഈ പ്രായമുള്ളവർ ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള ചാനൽസ് കണ്ടാല് വാട്സാപ്പിൽ ഇരുന്ന് എല്ലാം വിശ്വസിക്കുന്ന കൂട്ടരാണ്. എക്സാക്ട്ലി. ലാസ്റ്റ് വരെ കാണും, ക്ലിക്ക് ചെയ്യും, ലിങ്കിൽ പോവും, എല്ലാം അവർ വിശ്വസിച്ച് ചെയ്യും. ഇപ്പോൾ ഒരു ഹോമിൽ കൊണ്ടാക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നുമില്ല. പക്ഷേ സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും ഇതിൻ്റെ ഒരു നീഡ് വരും. കൾച്ചറലി വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഡെത്ത്. ഡെത്ത് ഒരു ടാബു സബ്ജക്റ്റാണ്, എന്നാൽ അതൊരു റിയാലിറ്റിയാണ്. 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ കാലയളവിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. കുടുംബത്തിനും സമൂഹത്തിനും മുന്നിൽ മുതിർന്നവരെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ഈ എപ്പിസോഡ് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സായും റീൽസായും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്നതിൽ 80% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലുള്ള നല്ല നല്ല ഗസ്റ്റുകളുടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും ഇതുപോലുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആൾക്കാരെ എങ്ങനെ നോക്കണം, എന്ത് കെയർ ആണ് വേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ബോബി സാറ തോമസ് ആണ്. ഡോക്ടർ സാറ എറണാകുളത്തുള്ള ക്യാൻ കെയർ അസിസ്റ്റഡ് ലിവിംഗിന്റെ ഫൗണ്ടറാണ്. ഷി വാസ് എ റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് ബൈ ട്രെയിനിങ്. പക്ഷേ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിന്റെ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. സോ ഡോക്ടർ സാറ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ഇപ്പോൾ എല്ലാവരും ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും കൂടുതൽ അന്വേഷിച്ച് പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിങ്ങിനെ പറ്റിയാണ്. അതായത് നമ്മുടെ മക്കളെ എങ്ങനെ വളർത്താം, ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് എങ്ങനെ വളർത്താം, ഒരു മുതൽക്കൂട്ടാക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ അവരൊരു ജെൻറ്റിൽ പാരൻറ്റിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും മിസ്സായി പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് നമ്മളുടെ പാരൻസിനെ എങ്ങനെ നോക്കണം എന്നുള്ളതും, പ്രായമായ നമ്മുടെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളിനെ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും. അതിപ്പോഴും എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയില്ല. കാര്യം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇതിനകത്ത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരൻസിന് മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മൾ മക്കളെ എങ്ങനെ നോക്കുന്നു, എങ്ങനെ വളർത്തുന്നു, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ബട്ട് മക്കൾക്ക് അതേ സ്നേഹം അവരുടെ മക്കളോടാണ്. ഇതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പലപ്പോഴും ആ ഒരു ഫ്ലോ ഓഫ് ലവ് നമ്മൾ കാണാറില്ല. അത് നേച്ചറിൻ്റെ ലോയാണ്. ആൻഡ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഏറ്റവും നല്ല നിലയിലെത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. നമ്മളെക്കാട്ടിലും വലുതാകണം, നമ്മളെക്കാട്ടിലും ഉയർന്ന നിലയിൽ എത്തണം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് സാധിക്കാത്ത സ്വപ്നങ്ങൾ, അവരിൽ കൂടെ പലപ്പോഴും നമ്മൾ വി ട്രൈ ടു ഫുൾഫിൽ അവർ അൺഫുൾഫിൽഡ് ഡ്രീംസ്. സംടൈംസ് അത് ഫോഴ്സ് ചെയ്ത് തന്നെ അവരെയും കൊണ്ട് നമ്മൾ ചെയ്യിക്കുകയാണ്. പക്ഷേ ഇതൊരു റിവേഴ്സ് ഡയറക്ഷനിൽ ഇതൊരു ഈക്വൽ ലവ് അല്ല. ഐ തിങ്ക് ഇൻ മൈ ഓൺ ലൈഫ് നമ്മുടെ മക്കളോടുള്ള സ്നേഹം പോലെ നമുക്ക് ഒരു ഏജ് വരെ നമുക്ക് പേരൻസിനോട് തിരിച്ചൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ബട്ട് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഏജ് നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കള്, അവരോടായിരിക്കും നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. യെസ്, വി കെയർ അബൌട്ട് അവർ പേരൻസ്. അവരെ പറ്റി നമുക്ക് ചിന്തയുണ്ട്, സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു തലമുറ അനുഭവിക്കുന്നൊരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പേരൻസ് ഒറ്റയ്ക്കാണ്. പേരൻസിന് കെയർ കൊടുക്കാൻ താല്പര്യമുള്ള ഒത്തിരി മക്കളുണ്ട്. അതേസമയം ഈ പേരൻസും
ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേരൻസ് എന്ന് നമ്മൾ പറയുന്ന പോലെ സ്ട്രിക്റ്റ് ഫാദേഴ്സ് ഉണ്ട്, ചിലർ ആബ്സെൻറ്റ് ഫാദേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മക്കളും അതുപോലെയാണ്. അറ്റാച്ച്ഡ് മക്കളുണ്ട്, ഡിറ്റാച്ച്ഡ് മക്കളുണ്ട്, ഇൻഡിഫറെൻറ്റ് മക്കളുണ്ട്. ചിലർ ദേ വാണ്ട് ടു ഗീവ്, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അത് അനുവദിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഹോമിലുള്ള ഒരു ലേഡി, അവർക്ക് 87 years ഏജ് ഉണ്ട്. 87 years ഏജ് ഉള്ള വ്യക്തിയുടെ മകൾ ഒരു വലിയ കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡ് റിട്ടയർമെൻ്റ് എടുത്തു, എൻ്റെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്, അമ്മ ബെഡ്രിഡനാണ്, അമ്മയെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സ് കൂടെ നിൽക്കണം. ഹസ്ബൻഡ് റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിലുണ്ട്. അപ്പോൾ ഈ മെയ്ഡ് അമ്മയെ ഉപദ്രവിക്കുന്നത് ഹസ്ബൻഡ് ഒരു ദിവസം കണ്ടു. സോ ഹീ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. അവർ ഈ മെയ്ഡിനെ ഡിപ്പെൻഡൻ്റ് ആണ്, ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ഫോർ വർക്ക്. അവർ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ഞങ്ങളുടെ ഹോമിൽ വരുന്നതും എന്നോട് പറഞ്ഞു, എനിക്ക് ബെഡ്രിഡനായിട്ടുള്ള അമ്മയാണ്, ഞാൻ ഹോം നേഴ്സിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും, ഞാനിവിടെ ഇല്ല. ആക്ച്വലി അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു ദിവസം വീട്ടിലിരുന്നപ്പോഴാണ് ഈ ഒരു അബ്യൂസ് ഇതിനു മുമ്പേ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ടാവും. ഉണ്ടാകാം, വി ഡോണ്ട് നോ. ഷീ ഹാസ് ബീൻ വിത്ത് അസ്. പക്ഷേ ഈ മകള് റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷം ഈവൻ ഷീ ഈസ് ലിവിങ് ഇൻ എ റിട്ടയർമെൻറ്റ് ഹോം. അപ്പം എന്നോട് പറഞ്ഞത്, എനിക്ക് കാലിന് ഷീ ഡെവലപ്ഡ് പ്രോബ്ലം ഇൻ ഹർ ലെഗ്, അതുകൊണ്ട് അധികം നേരം നിൽക്കാൻ വയ്യ, കുക്കിംഗ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഷീ ഈസ് അബൌട്ട് 65 years old. അവർക്കും അവരുടെ വീടോ സാഹചര്യങ്ങളോ ഒന്നും നോക്കാനുള്ള ആരോഗ്യം അവർക്കും ഇല്ല. അപ്പോൾ അവരൊരു റിട്ടയർമെൻറ്റ് ഹോമിലാണ്, അമ്മയെ ഒരു ഞങ്ങളുടെ അസിസ്റ്റഡ് ലിവിങ് ഹോമിലാണ് ആക്കിയിരിക്കുന്നത്. ഞാൻ പറയും, ഇപ്പം ഈ കേരളത്തിൽ മക്കളുള്ളവർ ഭാഗ്യവാന്മാർ. അതിൽ ജോലിയും സാമ്പത്തികമായിട്ട് ഫുള്ളി സെറ്റിൽഡ് ആയിട്ട് പേരൻസിനെ നോക്കാൻ പറ്റുന്നവർ അതിലും ഭാഗ്യവാന്മാർ. പക്ഷെ ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ ആക്ച്വലി? ബിക്കോസ് ചില പേരൻസ് പറയും, എൻ്റെ മോൻ അങ്ങ് അമേരിക്കയിലെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു ജനറേഷൻ ആയിരുന്നല്ലോ പണ്ട് നമുക്ക്. പക്ഷെ അത് അതേസമയം അഭിമാനത്തോടെ പറയുന്ന സമയത്ത് അതൊരു വലിയ ശാപമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ലായിരുന്നു അല്ലേ? ഇത് ആക്ച്വലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ടേംസ് ഓഫ് എങ്ങനെയാണ് ഈ ഫാമിലി റിലേഷൻസ് ഒക്കെ മാറിയത്. സി, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എല്ലാവരുടെയും ഒരു നീഡാണ്. നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ കിട്ടുന്ന നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ക്വാളിറ്റി ഓഫ് ലൈഫും ഇവിടെ കിട്ടുകയാണെങ്കിൽ ആരും പുറത്തോട്ട് പോകത്തില്ല. ഇപ്പോഴത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ അല്ല. എൻ്റെയൊക്കെ കോളേജ് സ്കൂൾ ടൈമിലൊക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കോ ജോലിക്കോ ആണ് പോകുന്നത്. അതും കൂടുതൽ ആൾക്കാർ ഗൾഫിലൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാ ബസ് സ്റ്റോപ്പിലും ഒരു സ്റ്റഡി അബ്രോഡ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രൈഡ്. നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് പുറത്ത് പഠിക്കുക എന്ന് പറയുന്നത്, പുറത്ത് വർക്ക് we are a community who likes to migrate and നമ്മൾ നല്ലപോലെ അഡാപ്റ്റ് ചെയ്യും മറ്റുള്ള കൾച്ചറുമായിട്ട്. അതേ സമയത്ത് ഞാൻ ഈയിടെ ബാംഗ്ലൂർ പോയപ്പം ടാക്സി ഡ്രൈവർ, അപ്പം എന്നോട് ഈ ടാക്സി ഡ്രൈവർ എന്നോട് ചോദിക്കുകയായിരുന്നു, തും മലയാളി ലോഗ് ബാഹർ ക്യോं ജാത്തെ ഹേ, കേരള ഇतना സുന്ദർ ജഗഹ ഹേ, തും മലയാളി ലോഗ് ബാഹർ ക്യോं ജാത്തെ ഹേ. അപ്പം ഞാൻ ആലോചിച്ചു, അത് ശരിയാണല്ലോ. ദേ ഡോണ്ട് മൈഗ്രേറ്റ്. അവർ വളരെ ചുരുക്കം ആൾക്കാരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, നമുക്കൊരു പ്രൈഡാണ് മക്കൾ പുറത്താണെന്നും, ആൻഡ് എ മെജോറിറ്റി ഓഫ് അവർ ഇൻകം ഈസ് ഓൾസോ ഫ്രം NRI മണി. അവർ എൻറ്റയർ എക്കോണമി ഈസ് റണ്ണിങ് ഓൺ NRI മണി. ഇറ്റ്സ് ആൻ ആവറേജ് ഹോം, one person will be abroad. ഡോക്ടേഴ്സ്, നഴ്സസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എസ്പെഷ്യലി ഭയങ്കര ടോപ്പ് ക്ലാസ് പൊസിഷൻസിലാണ് അവരിപ്പം. സോ പേരൻസ് at that time ഇപ്പോഴും we want to send our children abroad. പക്ഷെ അതിന്റെ ഫ്ലിപ്പ് സൈഡ്, ഈ പേരൻസ് ലോൺലി ആവുന്നു, ഇവിടെ ഒറ്റയ്ക്കാവുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മെയ്ഡിനെ വെച്ച് ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. എക്സാക്ട്ലി, അതാണ് ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ്. ഒരു സോഷ്യൽ കോംപ്ലിക്കേഷൻ ആണ്. ഒരു സൈഡിൽ ഇതൊരു നല്ല കാര്യമാണ്, മറ്റേ സൈഡിൽ അതുകൊണ്ട് വരുന്ന സോഷ്യൽ ഇഷ്യൂസ് ആണിത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം ആവറേജ് ലൈഫ് സ്പാന് ഇപ്പം പണ്ടൊക്കെ ഇറ്റ് വാസ് 65 and 68. ഇപ്പം കേരളത്തിലെ ഹെൽത്ത് കെയർ, വി ഹാവ് സച്ച് എ ഗുഡ് ഹെൽത്ത് കെയർ സിസ്റ്റം. നമുക്ക് ആക്സസ് ടു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്മീഡിയറ്റ് ആണ്. ഒരു 10 മിനിറ്റിനകം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ 10 മിനിറ്റിനകം ആശുപത്രിയിലെത്തി, യു ക്യാൻ മീറ്റ് എ കാർഡിയോളജിസ്റ്റ്, യു ക്യാൻ ഗെറ്റ് ട്രീറ്റ്മെൻറ്റ്. അതേസമയത്ത് അമേരിക്കയിലും പല രാജ്യങ്ങളും ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൽ പോലും ഇത്രയും ക്വിക്ക് ആക്സസ് ടു ഹെൽത്ത് കെയർ ഇല്ല. സോ പീപ്പിൾ ആർ ലിവിങ് ലോങ്കർ, ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ലിവിങ് ലോങ്കർ ദ പീപ്പിൾ ആർ ഫൈൻഡിങ് ഇറ്റ് മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട്. അവർ സിക്കാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുവരെ നമുക്ക് മക്കൾ പുറത്താണെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഇൻകമും അവിടെ നിന്നല്ലേ വരുന്നത്. സോ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പ്രൈഡ്. സോ
ഇറ്റ്സ് എ കോംപ്ലെക്സ് ഇക്വേഷൻ. നമുക്ക് ഈ മക്കളെ ഒന്നും പറയാനും പറ്റില്ല. പുറത്ത് ജോലി നോക്കി പോകുന്ന മക്കളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കൽ ഒരു വീട്ടിൽ പോയപ്പം ഒരു 3 bedroom ഫ്ലാറ്റ്, ഒരു ലേഡി ബെഡ് റിഡൻ, ഒരു ഹോം നേഴ്സ്. അപ്പം ഞങ്ങൾ പോകുമ്പം പുറത്തൊരു മകളാണ് വിളിച്ചത് ഹോം വിസിറ്റിന്. അപ്പം ഹോം കെയർ ആയിട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഈ കാത്തറ്റർ ചെളി പിടിച്ച് കിടക്കണം. ഇറ്റ്സ് ബ്രൗൺ ഇൻ കളർ. ഓക്കെ. an orange tube is brown. സോ ഞങ്ങൾ ആ ഹോം നേഴ്സിനെ പഠിപ്പിച്ചു. ബിക്കോസ് പലരും ട്രെയിൻഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ദറ്റ് ദേ ഡൂയിങ് ഇൻറ്റൻഷനലി. പലർക്കും ട്രെയിനിങ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ചെയ്തു, പഠിപ്പിച്ചു കൊടുത്തു, ട്യൂബെല്ലാം ക്ലീൻ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ അതേ അവസ്ഥ, ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ മോളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഷീസ് എ നേഴ്സ് ദുബായിൽ. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, ട്യൂബിൻ്റെ കണ്ടീഷൻ ഇതാണ്. നിങ്ങൾ ഈ ഹോം നേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടും അവർ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു, മാഡം ഞങ്ങൾ ഇവരെ ഡിപ്പെൻഡൻ്റ് ആണ്. ഞങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല. സോ ഞങ്ങൾ അമ്മയെ നോക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്. അവസ്ഥ അതാണ്. സോ അവരവിടെ വർക്ക് ചെയ്യാണ്, 2 പേരും മക്കൾ അവിടെ പഠിക്കുകയാണ്. ദേ കനോട്ട് ബ്രിങ് ഹർ ദേ, ദേ കനോട്ട് കം ഹിയർ. So it's a very complex situation. We cannot make a judgment that ഇവിടെ വന്ന് നിന്ന് ഇപ്പം പ്രോബ്ലം ഇവർ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒരാൾ സിക്കാവുമ്പോഴത്തേക്ക് അന്നേരം ഈ മക്കളെ എല്ലാം കുറ്റം പറയാൻ തുടങ്ങും. ഇവർ വന്ന് നിന്നുകൂടെ, ഇവർ നോക്കിക്കൂടെ എന്നൊക്കെയുള്ള അക്യൂസേഷൻസ് ആണ്. അപ്പം ഈയിടെ ഒരു വൺ ഓഫ് അവർ റെസിഡൻസ്, അവർ ആക്ച്വലി മദർ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, തുണിയെല്ലാം ഊരി പലപ്പോഴും വീടിൻ്റെ പുറത്തൊക്കെ ഓടി നടക്കുകയും ഒരു വല്ലാത്ത ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നു. ഈ അമ്മയെ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഒരു സൈക്യാട്രിസ്റ്റ്, ഒരു ഡോക്ടർ ഞങ്ങളുടെ ഹോം റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. ഈ ഒരു മകളുണ്ടായിരുന്നു ഹൂ ഈസ് ഹിയർ ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ഹർ. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഹോം അന്വേഷിച്ച് വന്നപ്പോൾ ബാക്കി 2 മക്കളും 2 പേരും പുറത്താണ്. അവരിത് എതിർത്തു. നിനക്കെന്താ അമ്മയെ നോക്കിയാൽ? സോ ഒരു ഗിൽറ്റ് അവരൊട്ട് വരുത്തുമില്ല, ചെയ്യാനും സമ്മതിക്കത്തില്ല, ഇത് ചെയ്യാനും സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ മകൾ ആക്ച്വലി ഇവിടെ കൊണ്ടാക്കിയിട്ട് എന്നോട് പറയുമായിരുന്നു, ഞാനിപ്പോൾ കൗൺസിലിങ്ങിന് പോവുകയാണ്, എനിക്ക് മാനസികമായിട്ട് എനിക്ക് തന്നെ ഇവർ അത്രയും എന്നെ ഹറാസ് ചെയ്യുകയാണ്. സോ ദ ട്രോമ ദാറ്റ് പീപ്പിൾ ഗോ ത്രൂ, ഇപ്പോൾ ഒരു ഹോമിൽ കൊണ്ടാക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല, ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നുമില്ല. പക്ഷേ സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും ഇതിൻ്റെ ഒരു നീഡ് വരും. മിനിമം ഞാൻ പറയുന്നത് ഒരു 1% കെയർ ഒരാൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കഴിവതും വീട്ടിൽ തന്നെ മാനേജ് ചെയ്യുക. 1 സിറ്റുവേഷൻ വി ഹാഡ്, ഒരു മകൻ, ഫാദർ ആക്ച്വലി ഡിമെൻഷ്യ ബാധിച്ച്, യു വാസ് അബൌട്ട് 80-82, റിട്ടയർഡ് ആർമി മാൻ ആണ്, എക്സ് സർവീസ് മാൻ. അപ്പം നല്ല ഫിറ്റും നല്ല സ്ട്രോങ്ങും. അപ്പം ഈ മകൻ IT ഫീൽഡാണ്. ഇപ്പം രാത്രിയിലൊക്കെ വർക്ക് ചെയ്യും. ഒരു ദിവസം രാത്രിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫാദർ ബാക്കിൽ നിന്ന് വന്ന് കത്തി വെച്ച് കുത്തി. എൻ്റെ അമ്മേ. ബിക്കോസ് ഹി തോട്ട് ഈസ് എ തീഫ്. ഡിമെൻഷ്യയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ മക്കൾ ആരാണ് അവർക്ക് തിരിച്ചറിവില്ല. താങ്ക്ഫുള്ളി ആ മകനൊന്നും സംഭവിച്ചില്ല. ബട്ട് ഹി കെയിം ആൻഡ് അഡ്മിറ്റഡ് ഹിസ് ഫാദർ ഹിയർ. ആ മകൻ അന്ന് കരഞ്ഞുകൊണ്ടാണ് അച്ഛനെ അവിടെ കൊണ്ടാക്കിയത്. ഹി വാസ് ഹെൽപ്ലെസ്. ബിക്കോസ് ഹീസ് ലൈക്ക്, എന്നെ കുത്തിയ നാളെ എൻ്റെ മക്കളെയും ഉപദ്രവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ദോസ് ആർ സിറ്റുവേഷൻസ് വിച്ച് വി സി ഓൺ എ ഡെയിലി ബേസിസ്. പലപ്പോഴും ഞങ്ങൾ ഈ ഫീൽഡിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ കഥകൾ നമ്മൾ കേൾക്കുന്നത്. ബട്ട് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടു തള്ളി എന്നുള്ളൊരു ഭയങ്കര സ്റ്റിഗ്മയാണ് ആൾക്കാർക്ക്. ആൻഡ് മക്കൾക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ട് അവിടെ കൊണ്ടാക്കി. പണ്ട് നമ്മുടെ നാട് സംഭവിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകുടുംബ ഇതായതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഈ പറയുന്ന പോലെ ആരും ഇല്ലാത്തൊരു കണ്ടീഷനിലോട്ടൊരു ഫാമിലിയും വരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുടുംബങ്ങൾ ചെറുതാവും തോറും മക്കൾക്ക് ഈ പറയുന്ന ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ പുറകെ ഓടുമ്പോൾ ഈ പറയുന്ന പാരൻസിനെയോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ് മെയിൻ റീസൺ. കൾച്ചർ ഫോംസ് എ ബിഗ് പാർട്ട് ഓഫ് ഹൗ അവർ റിലേഷൻഷിപ്സ് ആർ ഡെവലപ്ഡ്. ഇപ്പം കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം കേരളത്തിൽ നമുക്കൊരു ട്രഡീഷണൽ കൾച്ചറാണ്, വേർ ദ ഫാമിലി ഈസ് റെസ്പോൺസിബിൾ ടു ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി. അതേസമയത്ത് വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസം തൊട്ട് ഗവൺമെൻറ് നമ്മുടെ പകുതി ശമ്പളമാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആദ്യം വിളിക്കുന്ന ഇൻഷുറൻസ് ഏജൻറ്റിനെയാണ്. ഗവൺമെൻറ്റാണ് നമ്മുടെ ഹെൽത്ത് കെയറിന് റെസ്പോൺസിബിൾ. ഗവൺമെൻറ്റാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും റെസ്പോൺസിബിൾ. ഇൻഷുറൻസ് ആണ് നമ്മുടെ
കാര്യങ്ങൾ നോക്കുന്നത്. സോ കൾച്ചറലി നമ്മുടെ റിലേഷണൽ ഒരു കൾച്ചറാണ്. ആൻഡ് ഈ റിലേഷൻഷിപ്സിൽ ചില ഉത്തരവാദിത്തങ്ങൾ വേർ ഹാൻഡഡ് ഓവർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഏറ്റവും ഇളയ ആൾ വീട്ടിൽ നിൽക്കും, പക്ഷെ അന്ന് 10-12 പിള്ളേരുണ്ടായിരുന്നു. ഇന്നിപ്പോ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അതിന്റെ പ്രശ്നം, അത് ഡൈനാമിക്സ് മാറും. ആ ഡൈനാമിക്സ് മാറും. മാത്രമല്ല ഇപ്പം പണ്ടെന്ന് വെച്ചാൽ ഫാദർ അല്ലെ അഗ്രികൾച്ചറൽ ഇതാണെങ്കിൽ ഒരു പ്രായം വരെ അവർ ചെയ്യും, പിന്നെ മക്കളെ അത് ഏൽപ്പിക്കും. ഇപ്പോഴത്തെ അങ്ങനെയല്ല, എവ്രിബഡി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഒരു 60-year-old ആള് അല്ലെ 75-year-old ആള് ഇപ്പോഴും അവരുടെ കാര്യം നോക്കുക. അവർ മക്കൾ പറയുന്നൊന്നും അവർ കേൾക്കാൻ തയ്യാറുമല്ല. അവർ 75 വർഷം അവരുടെ കാര്യങ്ങൾ നോക്കിയ രീതിയും അവരുടെ മാറ്റാൻ അവർ തയ്യാറല്ല. സോ ഒത്തിരി ഫാമിലീസിൽ ഇങ്ങനെയുള്ള ഒരു ദർ ഇസ് എ ക്ലാഷ് ഓഫ് കൾച്ചർ, ദർ ഇസ് എ ക്ലാഷ് ഓഫ് ജനറേഷൻസ്. ആൻഡ് ഇത് കാരണം ഒത്തിരി തെറ്റിദ്ധാരണകളും കൂടിയുണ്ട്. ഇപ്പം ഇതിനകത്ത് യൂഷ്വലി ഒരു പ്രായമുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പം ഐ യൂഷ്വലി സേ ദർ ആർ 5 ചേഞ്ചസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾഡ് ഏജ്. ഇപ്പോൾ ഇതിൽ ആക്ച്വലി 60 എന്ന് പറഞ്ഞാൽ റിട്ടയർഡ്, അപ്പോൾ ഓൾഡായി അല്ലെ റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരു വ്യക്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു 60 എന്ന് പറയുന്നത് ഒരു ഓൾഡ് അല്ല, ആക്ച്വലി യങ് ഓൾഡ് ആണത്. യങ് ഓൾഡ്, മിഡിൽ ഓൾഡ് ആൻഡ് ഓൾഡ് ഓൾഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇപ്പോഴുണ്ട്. ഞാൻ ഈയിടെ ഒരു ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു മിസൈൽ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സീനിയർ നേവൽ ഓഫീസർ, ഐ മെറ്റ് ഹിം അറ്റ് ഒരു ഇവൻറ്റ്. ആൻഡ് അപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, നമ്മൾ ആക്ച്വലി ഒരു 50 years കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രൊമോഷൻ വരുന്നതും നമ്മളൊരു ഇൻചാർജ് ആകുന്നതും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആകുന്നതും. നമ്മുടെ ഒരു കരിയറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 50 to 60 ആണ്. അതിനുശേഷം റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ 9 o'clock to 6 o'clock ജോലിക്ക് പോകുന്നു, രാവിലെ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, എൻ്റെ ഫയൽ നോക്കുന്നു, ജൂനിയേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു, വീട്ടിൽ പോകുന്നു, നെക്സ്റ്റ് ഡേ എനിക്കൊന്നുമില്ല ചെയ്യാൻ. അവരുടെ ആ റിട്ടയർമെന്റ്, ദ ഡേ ദേ റിട്ടയർ ദർ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ചസ്. ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്നൊരു സാധനത്തിന് സഡൻ സ്റ്റോപ്പ് ഇട്ട് ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമല്ലേ വരുന്നത് അവിടെ. ആൻഡ് ദേ ആർ സ്റ്റിൽ മെന്റലി ആക്റ്റീവ്. അവർ അത്രയും മെന്റലി ഷാർപ്പാണ്, ഫിസിക്കലി ഷാർപ്പാണ്. ഇനി ഒരു 5 വർഷം വർക്ക് ചെയ്യാനുള്ള എനർജിയും ഐഡിയാസും അവർക്കുണ്ട്. അദ്ദേഹം എന്നോട് ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, ഈ എനർജിയൊക്കെ എവിടെയാണ് ചാനൽ ചെയ്യുന്നത്? ബിക്കോസ് എന്നോട് പറഞ്ഞു ഹിസ് ചിൽഡ്രൻ ആർ അബ്രോഡ്. അപ്പോൾ എന്നോട് ഹി ടോൾഡ് മീ ഹീസ് കൺസൾട്ടിങ് വിത്ത് സ്റ്റാർട്ടപ്സ്. 2 സ്റ്റാർട്ടപ്സിൽ കൺസൾട്ടൻ്റ് ആയിട്ട് പോവുകയാണ്. ബിക്കോസ് ടൈം പാസ് ആണ്, പിന്നെ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്. നമ്മളിപ്പം ഇതിൻ്റെ ഈ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഇതുപോലെ കെയർ ഹോംസിൽ ആക്കുന്നത് ഒരു സ്റ്റിഗ്മയാണെന്ന് പറഞ്ഞു, അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് കാണുന്നൊരു തലമുറയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം ഇതിനൊരു പോസിറ്റീവ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഈ പ്രായമായവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലോൺലിനെസ്. അവർ ഒറ്റപ്പെടുന്നു, അവർക്ക് സംസാരിക്കാൻ ആരുമില്ല, ആ ഒരു ഫീൽ, അത് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഈ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത്, റിട്ടയർമെൻറ്റ് ഹോംസിൽ താമസിക്കുന്നത്, ഇവരുടെ ലോൺലിനെസ്സിനെ ഒരു പരിധി വരെ സഹായിക്കത്തില്ലേ, അതിനെ ഹെൽപ്പ് ചെയ്യത്തില്ലേ? ആക്ച്വലി ദർ ഇസ് എ ഹാപ്പിനെസ് സ്റ്റഡി. അതിൽ അവർ കണ്ടുപിടിച്ചത് ദ ബിഗ്ഗസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ ഹാപ്പിനെസ് വെൽത്ത് അല്ല, ശരിക്കും സമ്പത്ത് എന്ന് പറയുന്നത് സൗഹൃദങ്ങളാണ്, റിലേഷൻഷിപ്സ് ആണ്, ഫ്രണ്ട്ഷിപ്സ് ആണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ വിളിക്കാൻ ഒരാള്, നമുക്കൊരു പ്രശ്നം വരുമ്പം ആരെങ്കിലും ഒരാൾ എനിക്ക് സഹായത്തിന് പെട്ടെന്ന് എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് പ്രായമുള്ളവർക്ക് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. വെൻ യു ടോക്ക് അബൌട്ട് ഈ റിട്ടയർമെൻറ്റ് ഹോംസ്, ഇപ്പോൾ ഇതിൽ ആക്ച്വലി യങ് ഓൾഡ്, ഇപ്പോൾ ഈ 3 കാറ്റഗറിയിൽ ഇവരുടെ ആവശ്യങ്ങൾ വേറെയാണ്. ഇപ്പോൾ ഒരു 60-year-old ആൾക്ക് ആവശ്യം എൻ്റർടൈൻമെൻറ്റ്, അവർക്ക് ഫ്രണ്ട്സ്, അവർക്ക് ഈവൻ പലപ്പോഴും ഇൻ ദ വെസ്റ്റേൺ കൺട്രീസിൽ ഇത് ക്ലിയർലി ഡിവൈഡഡ് ആണ്. അപ്പം ആ ഒരു കാറ്റഗറിക്ക് പറയുന്നത് റിട്ടയർമെൻറ്റ് ഹോമാണ്. റിട്ടയർമെൻറ്റ് ഹോമിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ദേ ലിവ് ദേ ടുഗെദർ, അവർ കമ്പനി ആവും, ദേ ഹാവ് ദെയർ ഓൺ, അവരുടെ വാക്കിംഗ് ടൈമും, അവരുടെ കാർഡ്സ് കളിക്കുകയും, അവരുടെ ഗാർഡനിങ്, ഓരോരോ ഹോബീസ് അവർക്ക് പേഴ്സ്യൂ ചെയ്യും, പാട്ട് പാടാം, യോഗ ചെയ്യാം, വാട്ട് എവർ. ദീസ് ആർ ഓൾ ആക്ടിവിറ്റീസ് ദേ ക്യാൻ ഡു. ഈ ഒരു സെഗ്മെൻറ്റിന് ആവശ്യം ആക്ച്വലി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ഒരു എൻവയൺമെൻ്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി അത് ലോൺലിനെസ്സിനെ ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാവുന്ന ഒരു സീനിയർ ഒരു ഡോക്ടർ, അദ്ദേഹം ആക്ച്വലി ഹി ഹാഡ് എ വെരി ഗുഡ് പ്രാക്ടീസ്, ഹി വാസ് എ സർജൻ ആൻഡ് ഹിസ് സൺ, മക്കളെല്ലാം US
സർ ആക്ച്വലി റിട്ടയർമെൻറ്റിന് ശേഷം ആശുപത്രിയും പൂട്ടി നേരെ ഒരു റിട്ടയർമെൻറ്റ് ഹോമിലോട്ട് ഈ ഹിംസെൽഫ് ഡിസൈഡഡ്. ഈ സെഡ് ഐ വോണ്ട് ടു നൗ റിലാക്സ്. എനിക്ക് ഐ ഹാവ് വർക്ക് സോ ഹാർഡ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പോൾ നൗ ഐ വോണ്ട് ടു റിലാക്സ്. അപ്പം റിട്ടയർമെൻറ്റ് ഹോംസിൻ്റെ ബെനിഫിറ്റ് എന്താണ്? വൺ, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ മെയിൻ്റനൻസ്, അബൌട്ട് ദ ഹൗസ് കീപ്പിംഗ്. ആൾ വന്നു ഒരു ബൾബ് ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ ഒരു ആളെ കിട്ടത്തില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ന്യൂറോ സർജനെ കാണാനായിട്ട് 5 മിനിറ്റ് ഒരു ന്യൂറോ സർജനെ കാണാം. പക്ഷേ ഒരു പ്ലംബറിനെ, ഒരു ഇലക്ട്രീഷ്യനെ കിട്ടാൻ നമ്മൾ ദിവസങ്ങളോളം കാത്തിരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രായമുള്ളവർക്ക് ദേ ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മാനേജ് ബിഗ് ഹൗസസ്, their compound, repairs, maintenance, ഇതെല്ലാം കൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദേ പ്രിഫർ ടു ബി സംവെയർ വെയർ ഫുഡ് ഇസ് ടേക്കൺ കെയർ ഓഫ്. അവിടെ ഫുഡ് നമ്മളൊന്നും അറിയണ്ട, ക്ലീനിങ് ഒന്നും അറിയണ്ട, പിന്നെ മിണ്ടാനും പറയാനും ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് വൺ കാറ്റഗറി. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് അസിസ്റ്റഡ് ലിവിങ്. ഈ അസിസ്റ്റഡ് ലിവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആസ് ദ നെയിം സജസ്റ്റ് അവർക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ് വേണം. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എന്തിനാണ്? നമ്മുടെ ഈ സെൽഫ് കെയർ എന്ന് പറയുന്ന 5 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റണം, ടോയ്ലറ്റ് വരെ നടക്കാൻ പറ്റണം, ടോയ്ലറ്റിൽ പോയി നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് വി ഹാവ് ടു ബി ഏബിൾ ടു ഡു ആൻഡ് ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് കെയർ നീഡ്സ്. തന്നെ കുളിക്കാൻ പറ്റണം, കഴിക്കാൻ പറ്റണം, ഫുഡ് കുക്ക് ചെയ്ത് തരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റണം, ആൻഡ് മെഡിക്കേഷൻ തന്നെ എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി, വി കോൾ ഇറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യാമെങ്കിൽ ദേ ക്യാൻ മാനേജ് ദംസെൽസ്. പക്ഷേ ആസ് ദേ ഏജ്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, പാർക്കിൻസൺസ് പോലുള്ള ക്രോണിക് ഡിസീസസ്. സോ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു പ്രോബ്ലം ഇൻ ഓൾഡ് ഏജ് ഇസ് ക്രോണിക് ഇൽനെസ്. ഇപ്പോൾ ക്രോണിക് ഇൽനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക്. ഇപ്പോൾ സ്ട്രോക്ക് വരുന്നിടം വരെ ഈ വ്യക്തി തന്നെ നടന്നാണ് ജീവിച്ചത്. സോ സഡൻലി ഒരു സ്ട്രോക്ക് വന്നു, ഒരു സൈഡ് പാരലൈസ്ഡ് ആയി ആശുപത്രിയിൽ പോയി. സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞെങ്കിലും അവർ ഫുള്ളി ഹീലാകുന്നില്ല. ആ സൈഡ് ഇപ്പോഴും വീക്ക്നെസ് കാണും. ചിലപ്പോൾ ഒരു 6 മാസം എടുക്കും ഫിസിയോതെറാപ്പി ഇതൊക്കെ ചെയ്തിട്ട് ഇത് ഫുള്ളി റിക്കവർ ചെയ്ത് വരാൻ. സ്പെഷ്യലി ഓൾഡർ ഏജിൽ ഇപ്പോൾ ഒരു 50 to 70 സ്ട്രോക്ക് വരുമ്പോഴത്തേക്ക് ദേ ആക്ച്വലി റിക്കവർ ഫാസ്റ്റ്. പക്ഷെ ഒരു 70 ഇയേഴ്സ് കഴിഞ്ഞിട്ട് റിക്കവറി ഈസ് ഓൾസോ മച്ച് സ്ലോവർ. സോ ദിസ് ബിക്കംസ് എ ക്രോണിക് ഇൽനെസ്. പാർക്കിൻസൺസ് അതും ഒരു ക്രോണിക് ഇൽനെസ് ആണ്. ഡിമെൻഷ്യ അതൊക്കെ ക്രോണിക് ഇൽനെസ്സസ് ആണ്. ഈ അസുഖങ്ങൾ ദേ ലിവ് ഫോർ എ ലോങ് ടൈം ആൻഡ് ദർ ഇസ് നോ പെർട്ടിക്കുലർ ക്യൂർ. ഇതിനകത്ത് കെയർ ആസ്പെക്ട്സും വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ലോട്ട് ഓഫ് തിങ്സ്. സോ അസിസ്റ്റഡ് കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരാളുടെ സഹായം വേണം. പിന്നെയുള്ളത് പുറത്തുള്ളത് നഴ്സിംഗ് ഹോമും ഹോസ്പിസ് കെയറും. ഇപ്പോൾ നഴ്സിംഗ് ഹോം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിരിക്കും. റൈൽസ് ട്യൂബ്, ട്രക്കിയോസ്റ്റമി, അങ്ങനെയുള്ള സ്കിൽഡ് നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് വേണ്ടിയ പേഷ്യൻസിനുള്ള ഹോമാണ്. ആൻഡ് ഹോസ്പിസ് എന്ന് പറയുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന് ക്യാൻസർ ഉണ്ട്, നമുക്കറിയാം അവരൊരു എൻഡ് സ്റ്റേജിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഡയറക്റ്റ്ലി ദേ ആർ അഡ്മിറ്റഡ് ടു ദി ഹോസ്പിസ്. ICU കിടത്തി വെന്റിലേറ്ററിൽ ഇടുക അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ കൊടുക്കത്തില്ല. അതൊരു ഓൾറെഡി സ്മൂത്ത് ആക്കി ചെയ്യാൻ പറ്റുമോ? അതെ. ആൻഡ് അതിനൊരു പ്രോട്ടോക്കോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ടെർമിനൽ അല്ലെ ഒരു എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റ് ഒരു കംഫർട്ടബിൾ ഡെത്ത് കൊടുക്കുക എന്നുള്ളതൊരു പ്രോസസ്സാണ്. സോ ഇൻ ദ വെസ്റ്റ് ഇതൊരു ക്ലിയർലി ഡിഫൈൻഡ്. ഇപ്പോൾ ഒരു അസിസ്റ്റഡ് ലിവിങ്ങിൽ ഉള്ള ഒരാൾ റിട്ടയർമെൻറ്റ് ഹോമിൽ വന്ന് നിൽക്കത്തില്ല. Of course, there are private assisted homes and things like that, but many are government supported. But കേരളത്തിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ഡിവിഷൻസ് ഡിഫിക്കൽട്ടാണ്. ഇപ്പം ഞാൻ തന്നെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എടുക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു കാറ്റഗറി ആൾക്കാരെ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ ആവശ്യങ്ങൾ വേറെയാണ്. അപ്പം ദെൻ വി സ്റ്റാർട്ടഡ് റെഫറിങ്. ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ഹോം അന്വേഷിച്ച് വരുന്ന ഒരു യങ് കപ്പിളാണ്, തന്നെ ഡ്രൈവ് ചെയ്യാം എല്ലാം, ഞങ്ങൾ പറയും നിങ്ങൾ ഇവിടെ സൂട്ട് ആവത്തില്ല. വി ഡു മോർ ഓഫ് അസിസ്റ്റഡ് കെയർ, നഴ്സിംഗ് ഹോം, ഹോസ്പിസ്. ഞങ്ങൾക്കിപ്പോൾ 3 സെൻറ്റേഴ്സ് ഉണ്ട്. എറണാകുളത്ത് വി ഹാവ് 3 സെൻറ്റേഴ്സ്, കാക്കനാട്, കളമശ്ശേരി ആൻഡ് എളമക്കര. അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് 3 സെൻറ്റേഴ്സാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കി, ഐ തിങ്ക് ഫോർ മീ ഓൾസോ, ഞാൻ ആക്ച്വലി ഈ ഫീൽഡിൽ നിന്നല്ല, ഞാൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഫീൽഡിലാണ്, റേഡിയേഷൻ ഓൺകോളജി പഠിച്ചതാണ്. ബട്ട് ഈ ഒരു ഫീൽഡിൽ വന്നതാണ്. ഞാനൊരു കരിയറിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് ഐ ജസ്റ്റ് ഡിഡ് എ കോഴ്സ് ഇൻ പാലിയേറ്റീവ് കെയർ. ഗവൺമെൻറ്റിൻ്റെ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പാലിയേറ്റീവ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു വണ്ടി പോകും. ആക്ച്വലി അന്ന് ഗവൺമെൻറ്റിനെ ഉള്ളൂ ഈ സർവീസ്. ഇപ്പം ഞങ്ങൾ ചെന്ന് കണ്ട ഒരു വലിയ വീട്, ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 5-6 ബെഡ്റൂംസ്, 3 കാർസ് ഔട്ട് സൈഡ്. ബട്ട് അവർ അമ്മ ഒരു റൂമിൻ്റെ ഒരു മൂലയിൽ ഫുൾ ബാക്ക് ബെഡ് സോറാണ്. ആൻഡ് ബെഡ്ഷീറ്റ് പോലും ഇടാൻ വയ്യാത്തൊരു
സാഹചര്യത്തിൽ ആണ് അമ്മ കിടക്കുന്നത്. നോ ബെഡ്ഷീറ്റ് ഓൾസോ, ലൈക്ക് ബെഡ്ഷീറ്റ് ഇട്ടാൽ അതിലെല്ലാം ഒട്ടിപ്പിടിക്കും. ആൻഡ് ആ മരുമോൾ ആക്ച്വലി ഷീ സെഡ് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് പിന്നെ ഞങ്ങൾ ആക്ച്വലി ആ പേഷ്യനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഞങ്ങൾ 3 പേരും, ഷീസ് ഹെഫ്റ്റി ഓൾസോ, ഞങ്ങൾ കുളിപ്പിച്ച് ടോട്ട് ദ ഡോക്ടർ ഇൻ ലോ. ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്നും 2 മണിക്കൂർ കൂടുമ്പോൾ സൈഡ് ചേഞ്ച് ചെയ്യണമെന്നും, എങ്ങനെ ഒരു പേഷ്യനെ, ബെഡ് റിഡൻ പേഷ്യനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആൻഡ് ദെൻ ഐ റിയലൈസ് ആക്ച്വലി ദർ ഇസ് എ ബിഗ് ഗ്യാപ്പ് ആൻഡ് എ ബിഗ് നീഡ് ഫോർ home bound, bed bound patients. It is not that അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ, ബട്ട് ദർ വാസ് നോബഡി പ്രൊവൈഡിങ് ദറ്റ് സർവീസ്. അങ്ങനെയാണ് ഞാൻ ഓർത്തത്, ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് സംതിങ് ഇൻ ചെറിയൊരു രീതിയിൽ, ആക്ച്വലി ഒരു ട്രസ്റ്റായിട്ട് തുടങ്ങിയതാണ്. ആൻഡ് വി തോട്ട് ലെറ്റ് us ചാർജ് എ മിനിമം എമൗണ്ട് വിച്ച് വിൽ കവർ ദ കോസ്റ്റ് അറ്റ്ലീസ്റ്റ്. ആൻഡ് അങ്ങനെയാണ് ഞങ്ങൾ ഹോം ബേസ്ഡ് കെയറിലാണ് 2016 തുടങ്ങിയത്. ആൻഡ് ഈ വീടുകളിൽ ചെന്ന് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും, ഞാൻ ഇനീഷ്യലി ക്യാൻസർ പേഷ്യൻസിനെ ആയിരുന്നു കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് വി ഫൗണ്ട് അന്നത്തെ സമയത്ത് ഈ പ്രായമുള്ളവരെ കാണാൻ വരുന്ന പ്രായമുള്ളവർ തന്നെയാണ്, അല്ലെ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും. ഇപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വെച്ച് തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 100 പേഷ്യൻസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് പ്യൂർലി ബൈ വേർഡ് ഓഫ് മൗത്ത്. 1 പേഷ്യൻറ്റ് വുഡ് റെഫർ ടു ദി അതർ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ പോവുകയാണെങ്കിൽ ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും നമ്മൾ പിന്നെ വിളിക്കും. ആൻഡ് ഇവർക്ക് കൂടുതൽ വേണ്ടിയത് ടൈമാണ്. നമ്മൾ അവിടെ പോയി ഇരുന്ന് അവരുടെ കൂടെ കൈപിടിച്ചിരിക്കുക, വിഷമങ്ങളൊക്കെ കേൾക്കുക. ബിക്കോസ് ഇവരെ ഒരു മൂലയിൽ ഒരു റൂമിൽ അടച്ചാണ് ഇടുന്നത്. ആൻഡ് നമുക്ക് ഫാമിലിയെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവർ ആക്ച്വലി ഭയങ്കര ഗ്രംബ്ലിങ്ങും കംപ്ലൈനിങ്ങും ആയിരിക്കും, ഭയങ്കര നീഡി ആയിരിക്കും. ആൻഡ് എന്ത് ചെയ്താലും കംപ്ലൈൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ മരുമോളുടെ അടുത്തോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് ഇവരുടെ ബിഹേവിയറും അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്തോട്ട് പോകാനും ഫാമിലിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് പരിപാടിയും ചെയ്യാനും അവർ റെഡിയാണ്. പിള്ളേരെ പോലെ തന്നെ അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഈവൻ ഞങ്ങളുടെ ഹോമിൽ ഞാൻ പറയും, ചിലർ ബഹളം വയ്ക്കുന്നത് എൻ്റെ മോനെ ഇപ്പോൾ വിളിക്ക്, ഇപ്പോൾ വോട്ട് അവർക്ക് ആ മോനെ കാണണം എന്നാ അതൊന്ന് പറഞ്ഞാൽ മകൻ വരത്തില്ലേ. ബട്ട് ഇങ്ങനെ ഡ്രാമ കാണിക്കുക എന്നുള്ളതാണ് പലരുടെയും ഒരു, മക്കളെ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ആക്ച്വലി ദേ വോണ്ട് അറ്റൻഷൻ. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവരുടെ മകൾ എന്നോട്, ഹി പാസ്ഡ് അവേ, ബട്ട് മകൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഡോക്ടർ സാറേ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അപ്പനെ കൊന്നേ. ബിക്കോസ് ഹി വാസ് ദാറ്റ് ഇറിറ്റേറ്റിംഗ്. ഇവർ നല്ലപോലെ നോക്കും, ഇവർക്ക് മക്കളും ഇല്ല. സോ ഇവർ അത്രയും നന്നായിട്ട് നോക്കിയിട്ട് പോലും ഹി വാസ് സോ ഇറിറ്റേറ്റിംഗ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഹി വാസ് വെരി ഗുഡ്. ഞങ്ങളുടെ അടുത്ത് ബിക്കോസ് നാച്ചുറലി നമുക്കത് മക്കളുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തൊന്നും ഇത്, ചിലരുടെ നേച്ചർ തന്നെ ബിഹേവിയറും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി അവർ പൊസിഷനിൽ ഇരുന്നവർ. അവർ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെയാണ് ഇപ്പോഴും. ഈ ആൾക്കാർക്ക് പൊതുവെ ഈ പറയുന്ന പോലെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വേണ്ട ഒരു കാര്യമാണോ എന്ന് വെച്ചാൽ അതെ, എന്നാൽ അല്ലെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഐ തിങ്ക് ഏജ് ഇസ് എ നമ്പർ. ഞാനിപ്പോൾ പ്രായമുള്ളവരെ കാണുമ്പോൾ ഐ ജനറലി ഗോ ആൻഡ് ആസ്ക് വാട്ട് യു ഡൂയിങ്, വാട്ട് ഈസ് യുവർ ഏജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ എത്രയോ പേര് ദേ ആർ ആക്റ്റീവ് ഇൻ റിട്ടയർമെൻറ്റ്. ബട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻറ്റ് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു അസുഖം വന്നതിന് ശേഷം ദെൻ വി ഹാവ് ടു തിങ്ക് നമുക്കിത് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ. സെക്കൻഡ്ലി നമ്മൾ വീട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു ആ മകനെ കുത്തിയ ഒരു കഥ പോലെ, ഈസ് ദ പേഴ്സൺ സേഫ് ഇൻ ദ ഹൗസ്. ഇപ്പോൾ ഒരു സ്റ്റോറി ഐ റിമെമ്പർ, ഒരു പ്രായമുള്ളൊരു വ്യക്തി ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ഹി വാസ് ആക്ച്വലി ഇൻ ദ ഹൗസ്. മക്കള് കാനഡയിലാണ്. ആൻഡ് അവർ CCTV ക്യാമറ മോണിറ്ററിങ് വെച്ചിട്ട് റിമോട്ട്ലി അവർക്ക് കാണാമെല്ലാം. പപ്പായും മമ്മിയും നോക്കാനായിട്ട് തന്നെ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ് വൈഫും ആ വീട്ടിൽ തന്നെ താമസമുണ്ട്. ഒരു ദിവസം ഈ കെയർ ടേക്കർ ഗേറ്റ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഈ പപ്പായ കാണുന്നില്ല. CCTVയുടെ ഇത് എടുത്ത് നോക്കിയപ്പം രാത്രി 2 മണിക്ക് എങ്ങാണ്ട് പപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ അവർ പോലീസ് റിപ്പോർട്ട് ചെയ്തു, കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ബോഡിയാണ് അവർക്ക് കിട്ടുന്നത്. അതിനുശേഷം അവർ ആക്ച്വലി അമ്മേനെ ഞങ്ങളുടെ ഹോമിൽ കൊണ്ടാക്കി. സോ ദർ ആർ സിറ്റുവേഷൻസ് വെൻ പേഴ്സൺ ഷുഡ് ബി അറ്റ് ഹോം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? വീട്ടിൽ തന്നെ കിടന്ന് മരിക്കുക എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പ്രത്യേകിച്ച് ആ ഒരു തലമുറ, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജനറേഷൻ പിന്നെയും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആ ഒരു തലമുറയുടെ ആ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവരുടെ വീടെന്ന് പറയുന്നതാണ്
പലപ്പോഴും അവരുടെ എല്ലാ സമ്പത്തും അവരുടെ ഹോൾ ഐഡന്റിറ്റീസ് ടൈഡ് അപ്പ് ഓൺ ദാറ്റ്. അവരുടെ ലൈഫേ ആ വീടാണ്. സോ ഹോം ആൻഡ് നമ്മളെല്ലാവരും വി ആർ മോസ്റ്റ് കംഫർട്ടബിൾ ഇൻ അവർ ഓൺ ഹൗസസ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ വീട്ടിൽ നിന്ന് മാറാൻ? പക്ഷേ ദർ ആർ സിറ്റുവേഷൻസ് വെൻ ദേ നീഡ് അസിസ്റ്റൻസ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ദ ഫാമിലി ഹാസ് ടു ഡിസൈഡ്. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. അപ്പം പലപ്പോഴും എന്നോട് ആൾക്കാർ വന്ന് പറയാറുണ്ട്, പക്ഷേ ഞങ്ങളുടെ നെയ്ബേഴ്സ്, ഞങ്ങളുടെ വീട്ടുകാർ തന്നെ ഞങ്ങളെ ഒത്തിരി പറയും. ഞാൻ പറഞ്ഞു, അവരാരെങ്കിലും ഒരാൾ ഒരു ദിവസം ഒരു സഹായത്തിന് വന്നിട്ടുണ്ടോ? ഈ അഭിപ്രായം പറയുന്നവര് അഭിപ്രായം ഫ്രീ ആയിട്ട് പറഞ്ഞു പോവാം. ഞാൻ പറഞ്ഞു, ഒരു വിരലനക്കി ഈ പേഷ്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഇവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എടുക്കുക. അല്ലെങ്കിൽ ആരാ നോക്കുന്നത്, ഹൂ ഈസ് റെസ്പോൺസിബിൾ, അവർ ഡിസിഷൻ എടുക്കുക. നിങ്ങളെയും കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ യു ഹാവ് റീച്ച്ഡ് എ സ്റ്റേജ് വെയർ യു കനോട്ട് ആൻഡ് യു സി ഒത്തിരി മക്കൾക്ക് ഗിൽട്ടുണ്ട്. ബിക്കോസ് അതാ ഒരു സ്റ്റിഗ്മയിൽ നിന്ന് വരുന്ന ഗിൽറ്റാണ്. ബിക്കോസ് അതൊരു തോട്ട് പ്രോസസ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് they feel guilty for putting their parents in a home. In fact, ഞാൻ എൻ്റെ തന്നെ സിറ്റുവേഷനിൽ എൻ്റെ ഫാദർ ഹി വാസ് ഇൻഡിപെൻഡൻറ്റ് ടിൽ 85-86 വരെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ടിൽ ദെൻ ഹി നെവർ, ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പം ഞങ്ങളുടെ ആരുടെയും കൂടെ വന്ന് നിൽക്കത്തില്ല. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബട്ട് ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് ഐ ഹാഡ് ടു ബ്രിങ് ഹിം ഹോം. ആൻഡ് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു മാനേജ് അറ്റ് ഹോം. ഞങ്ങളൊരു മെയ്ഡിനെ ഫുൾ ടൈം നിർത്തി വി വർ ട്രൈങ് ടു ടേക്ക് കെയർ. ബട്ട് ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്നവരെ, ഞാനും ഹസ്ബൻഡും 2 പേരും വർക്കിംഗ് ആണ്. ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് പോലും പപ്പായ്ക്ക് ഒരു ശ്വാസം മുട്ടൽ വന്നാൽ ഞങ്ങൾക്ക് ഓടി എത്താനുള്ള ടൈമില്ല. ഒന്നാമത് എറണാകുളത്ത് ട്രാഫിക്കും, ഞങ്ങൾ എത്തണമെങ്കിൽ മിനിമം 30 minutes എടുക്കും ഞങ്ങൾ വീട്ടിലെത്താൻ. സോ ഇൻ ദാറ്റ് ടൈം ഈ felt distressed. So he told me, put me in the home. ഞാൻ 2-3 സിവിയർ ഡിസ്ട്രസ് വന്ന് ഞാൻ ഞങ്ങളുടെ ഹോമിൽ ഒരു ദിവസം കൊണ്ടാക്കി. ഞാൻ ഓർത്ത് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇവിടെ ഞാനൊരു ബെല്ലടിച്ചാൽ ഒരാൾ വരും. നിങ്ങളെ വിളിക്കാനാണെങ്കിൽ 2 മണിക്കൂർ കാത്തു നിൽക്കണത്. എക്സാക്ട്ലി. ആൻഡ് ഹീ ഈസ് കംഫർട്ടബിൾ. സോ ഭയങ്കര ഗിൽട്ടാണ്. മെനി ഓഫ് ദി ചിൽഡ്രൻ ഹൂ അഡ്മിറ്റ് ദെയർ പേരൻസ് ഇൻ സച്ച് ഹോംസ് ഫീൽ ഗിൽറ്റി. ആൻഡ് ഈ ഗിൽട്ട് ഈസ് ബിക്കോസ് ഓഫ് അവർ കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ നിന്ന് നോക്കുന്ന മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലെയിം വരുന്നത്. ഈവൻ ഒരു പ്രായമുള്ളൊരു വ്യക്തി വീഴാനുള്ള പോസിബിലിറ്റി, ഇവർക്ക് ഈ മൊബിലിറ്റി എഫക്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് അവർ വീഴാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. അവർക്ക് ബാലൻസ് ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് തന്നെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ചിലപ്പം ബാലൻസ് കിട്ടാതെ പോകും. പിന്നെ വേറൊരു ഇഷ്യൂ വരുന്നത്, മോസ്റ്റ് ഓഫ് ദ ഫോൾസ് ഹാപ്പൻ ഇൻ ദ ബാത്റൂം ആൻഡ് ഹാപ്പൻസ് ഇൻ ദ നൈറ്റ്. എന്തുകൊണ്ടാണ്? ഇവർക്ക് എല്ലാവർക്കും ബ്ലാഡർ കപ്പാസിറ്റി കുറവായിരിക്കും. രാത്രിയിൽ ഒരു തവണയെങ്കിലും പലപ്പോഴും നടന്നു പോകണം. സോ ഞാൻ എപ്പോഴും ഈ വീട്ടുകാരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മേക്ക് ദ പാത്ത് വേ ഫ്രം ദ ബെഡ് ടു ദ ബാത്റൂം സേഫ്. സ്ലിപ്പ് പ്രൂഫ് മാറ്റ്സ് സിമ്പിൾ ഒരു കാര്യമാണ്. പക്ഷെ മാറ്റ് തെന്നി വീഴുന്ന ഒത്തിരി പേഷ്യൻസ്, ശരിക്കും നമുക്ക് സങ്കടം തോന്നും. സെക്കൻഡ്, ഇവർക്ക് യൂറിൻ ഇതൊക്കെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. സോ ദേ മേ ലീക്ക് ഓൺ ദ വേ, അതിൽ തെന്നി അവർ വീഴും. സോ have the pathway from the bed to the bathroom. അതിൽ എന്തെങ്കിലും ഗ്രാബ് ബാർസോ അങ്ങനത്തെ എന്തെങ്കിലും വെക്കുക, സോ ദാറ്റ് ദേ ക്യാൻ സപ്പോർട്ട്. പിന്നെ ഒരു സ്റ്റിക്കർ, ഇപ്പോഴത്തെ ഈ ഇലുമിനേറ്റിംഗ് സ്റ്റിക്കേഴ്സ് അതൊക്കെ ഒന്ന് വെക്കുക. സോ ബിക്കോസ് ഇവർക്ക് ഐസൈറ്റും കുറവാണ്, കീപ് ദോസ് ലോ വോൾട്ടേജ് ലൈറ്റ്സ് in front of the bathroom, say they can identify it, because eyesight is also a problem. പിന്നെ they have bone issues, അതുകൊണ്ട് knee problems, hip problems ഒക്കെ കാണും. So ബാത്റൂമിൽ also they need to be safe. Even in the bathroom, grab bars, make the bathrooms also safe. So these are some of the things I think which children need to know. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പേരൻസിനെ ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പം ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിടാനുള്ള സാമ്പത്തികം ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, നമുക്ക് അതിനുള്ള സമയവും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. അപ്പം ഈ മക്കളായിരിക്കുന്ന നമുക്ക് ഒരു 5-6 സ്റ്റെപ്പ് ഇവരെ എങ്ങനെ വീട്ടിൽ തന്നെ പരിചരിക്കാം, ഓൾഡ് ഏജ് ഹോം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? മെജോറിറ്റി ഓഫ് എൽഡർലി ആൾക്കാർ വീടുകളിൽ തന്നെയാണ്. മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏജ്ഡ് ആകുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് വരുന്ന ചേഞ്ചസ്.
നമ്മളെപ്പോഴും നമ്മുടെ പേരൻസ് ആണല്ലോ നമ്മളെല്ലാം പഠിപ്പിച്ചത്. ഇപ്പൊ പല്ല് തേക്കാൻ പഠിപ്പിച്ചത് തൊട്ട് നമ്മളെ സ്കൂളിൽ വിട്ടതും എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്ന് ചെയ്തവരാണ് ഇവർ. സോ ഇവർക്കൊരു സ്ലോ ഡൗൺ വരുന്നത് പലപ്പോഴും മക്കൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ന് തന്നെ ഞാനൊരു ആളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ മമ്മിയോട് പറഞ്ഞു പെട്ടി പാക്ക് ചെയ്യാൻ. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് മമ്മിക്ക് ഒന്നും എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി അവർക്ക് ആ ഒരു ഏജ്, ഷീസ് അബൌട്ട് 80-85 ഇയേഴ്സ് ഏജ് ഉണ്ട്. ഓടി നടന്ന ഒരു ആൻറ്റിയാണ്. ബട്ട് നൗ അറ്റ് ദിസ് ഏജ് ആ ബ്രെയിൻ ഇസ് സ്റ്റാർട്ട് സ്ലോയിങ് ഡൗൺ. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ഫിസിക്കലി സ്ലോ ഡൗൺ ആവും, മൊബിലിറ്റി കുറയും. ഇപ്പോൾ ഒരു പണ്ടത്തെ അപ്പൂപ്പൻ കുട എന്തിനാണ്? ഇറ്റ് വാസ് ആക്ച്വലി ഫോർ ബാലൻസ്. അവർക്ക് ആ കുട വെച്ചിട്ടുള്ള ഇറ്റ് വാസ് എ വാക്കിംഗ് എയ്ഡ്. ഇപ്പം ബാലൻസ്, മൊബിലിറ്റി അവർക്ക് പഴയതുപോലെ ഓടാനുള്ള ഒരു എനർജി ഒന്നും അവർക്കില്ല. ദ ബോഡി സ്റ്റാർട്ട് സ്ലോയിങ് ഡൗൺ. ദേ വേ നോട്ട് ബി ഏബിൾ ടു, ദേ നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ദേ വർ ബിഫോർ. മൊബിലിറ്റി സ്ലോസ് ഡൗൺ. പലപ്പോഴും ബെഡിൽ നിന്ന് തന്നെ ദേ ആർ ടു ഗെറ്റ് അപ്പ്, വെർട്ടിഗോ, അങ്ങനത്തെയുള്ള ഇഷ്യൂസ്, വിഷൻ്റെ പ്രോബ്ലംസ്. സോ ദാറ്റ് ഷുഡ് ബി റുട്ടീൻലി ചെക്ക്ഡ്. സെക്കൻഡ് ഇഷ്യൂ അവർക്ക് വരുന്നത് മെമ്മറിയാണ്. ഇപ്പം മെമ്മറി 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ അല്ലെങ്കിൽ നോർമൽ ഏജ് റിലേറ്റഡ് മെമ്മറി ചേഞ്ച്. സെക്കൻഡ് ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മറുപടി വരത്തില്ല. ബട്ട് കുറച്ചൊന്നിരുന്ന് ചിന്തിച്ചാൽ അത് കിട്ടും. ദാറ്റ് ഈസ് നോർമൽ. ഇപ്പം പലപ്പോഴും എന്നോട് പ്രായമുള്ളവർ, അയ്യോ എനിക്ക് ഡിമെൻഷ്യ ഉണ്ടോ? ഞാൻ പറയാം, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഡിമെൻഷ്യ ഇല്ല. ഡിമെൻഷ്യ എന്നുള്ളൊരു അസുഖം നീഡ്സ് ടു ബി റൂൾഡ് ഔട്ട്. യൂഷ്വലി ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദി ചിൽഡ്രൻ. ബിക്കോസ് അവർ നോക്കുമ്പോൾ മൊബൈൽ ഫോൺ ഫ്രിഡ്ജിൽ കിടക്കുന്നു, അമ്മ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന കറികൾ അതിൻ്റെ സ്റ്റെപ്സ് മറന്നു പോകുന്നു. നോർമൽ ഡെയിലി ലൈഫ് എഫക്റ്റഡ് ആവും. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് മെമ്മറി ലോസ്, ഇഫ് ഇറ്റ് ഇസ് ഡിമെൻഷ്യ, ദർ ആർ സ്ക്രീനിങ് ടൂൾസ്. അതിനുള്ള സ്ക്രീനിങ്ങും യു ക്യാൻ ഡിറ്റക്ട് ഇറ്റ് ഏർലി. ബൈ ഡിറ്റക്റ്റിംഗ് ഇറ്റ് ഏർലി ഓൾസോ ഇതിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാം എന്നല്ലാതെ ഓൾറെഡി ആ ചേഞ്ച് വന്നു കഴിഞ്ഞു. ബട്ട് ദർ ഇസ് നോ ക്യൂർ ഫോർ ദാറ്റ്. സോ മെമ്മറി ചേഞ്ചസ് കാണും. എന്തിനാണ് അവർ എഴുതുന്നത്? ദേ റിമെമ്പർ ബെറ്റർ ബൈ റൈറ്റിംഗ്. ഇപ്പം പലപ്പോഴും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ജേർണൽ എഴുതും, അല്ലെങ്കിൽ അവർ കണക്കുകളെല്ലാം ഡെയിലി എഴുതിയിടും, നോട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾ ഗുഡ് ഫോർ ഇംപ്രൂവിങ് മെമ്മറി. ദ തേർഡ് തിങ് ഈസ് ഇവരുടെ മോഡ് ചേഞ്ചസ്. ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പം ദേ മേ ലൂസ് ദിയർ സ്പൗസ്. പിന്നെ ഒരു 75-80 ഇയേഴ്സ് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉള്ളവരൊക്കെ ദേ മേ നോട്ട് ബി ദെയർ എനിമോർ. സോ ഐ വാസ് ടോക്കിംഗ് ടു എ പേഴ്സൺ. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ഫാമിലിയിലുള്ള ഹീ ഈസ് നൗ 88. അപ്പം എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ഇപ്പം മൂത്തത്. എൻ്റെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഡിമെൻഷ്യയാണ്. My close friends have dementia. I am the oldest in my family. So ആ ഒരു ഏജിൽ ആൻഡ് വൈഫും പെട്ടെന്ന് മരിച്ചുപോയി. സോ ഹീ ഫീൽസ് അലോൺ. ലോങ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 90 വരെ ജീവിച്ചു, 100 വരെ ജീവിച്ചു. പക്ഷേ ആ ഒരു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് വരുന്ന സിറ്റുവേഷൻസ് ആർ സംടൈംസ് നോട്ട് ദെയർ. ആൻഡ് ഹി വാസ് ഓൺ ആൻറ്റി ഡിപ്രസൻസ്. ബട്ട് ആക്ച്വലി ദ സിറ്റുവേഷൻസ് were causing the depression. ബട്ട് ഈ സിറ്റുവേഷൻസ് പലപ്പോഴും വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ദീസ് ചേഞ്ചസ്. സോ അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, നിർബന്ധ ബുദ്ധിയാണ്. ആൻഡ് ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ആക്ച്വലി ഡിപ്രഷൻ. മൈൻഡ് വിൽ ചേഞ്ച്. ബട്ട് അവരെന്താണ് ഒരു വ്യക്തി ജനിച്ചാൽ ഒരേ ഒരു കാര്യമാണ് ഉറപ്പ്, ഒരു ദിവസം മരിക്കുമെന്ന്. പക്ഷേ ഈ ജനനം എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. അതിനൊരു പ്രിപ്പറേഷനുണ്ട്, അതിന് 9 മാസം നമുക്ക് ടൈമുണ്ട്. പിന്നെ അത് കുട്ടിയുടെ ഇപ്പം യൂട്യൂബ് ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാം നമുക്കിപ്പോൾ അറിയാം. ബട്ട് ഡെത്ത് ഈസ് എ റിയാലിറ്റി. ആൻഡ് അവർക്കറിയാം that they are going to go one day. പക്ഷെ എപ്പോഴാണെന്ന് അറിയത്തില്ല, ആ ഒരു കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് അറിയത്തില്ല. ആൻഡ് ഡെത്ത് ഈസ് ഡിഫറെൻറ്റ് ഫോർ എവ്രി വൺ. അതിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവരുടെ മാനസിക സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ആക്ച്വലി വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ചിലർക്ക് ദേ സ്റ്റിൽ മെയിൻറ്റെയിൻ ദെയർ ഫ്രണ്ട്ഷിപ്സ്, ദേ മെയിൻറ്റെയിൻ ദെയർ ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നവരും. സോ അങ്ങനെ ഒരു ഫിസിക്കലി ഹെൽത്തി ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ളവരാണെങ്കിൽ ദെൻ ദേ ആർ മോർ ആക്റ്റീവ്, ദേ ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, ദേ ആർ ഫൈൻഡിങ് different methods to stay active. So അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും ദേ മേ ബി മെൻ്റലി വെരി
സ്ട്രോങ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സിറ്റുവേഷൻ ദേ ആർ ഗോയിങ് ത്രൂ. ആൻഡ് പലപ്പോഴും ഒരു ഫ്രണ്ടിൻ്റെ ഡെത്ത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ് അഫക്ട്സ് ദം വെരി ബാഡ്ലി. അടുത്തത് ഇനി ഞാനാണോ, എൻ്റെ ടൈം ആയോ? ഞാൻ പലപ്പോഴും ഇവർ പറയും, ഇപ്പം ഞങ്ങളുടെ ഹോമിലാണെങ്കിലും ഐ എം സർപ്രൈസ്ഡ്, ചിലരൊക്കെ പറയും ഞാൻ ഇനി അടുത്തത് ഞാനായിരിക്കും എന്ന് ചിലർ പറയാറുണ്ട്. അപ്പം ഞാൻ ഇതൊരു പ്രമണിഷനാണോ, ഇവർക്ക് അറിയാമോ, ഹൗ ഇസ് ഇറ്റ് എ പ്രിപ്പറേഷൻ? ബട്ട് ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. അവർക്കതറിയാം. ആൻഡ് ഡെത്ത് ഇസ് എ റിയാലിറ്റി ദാറ്റ് വി കനോട്ട് എസ്കേപ്പ് ഫ്രം. സോ ദെയർ മെൻ്റൽ സിറ്റുവേഷൻ, ബട്ട് മക്കൾക്കത് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഒരു മകളോ മകൻ ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഡെത്ത്. അവരടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലിയിലെ പ്രൊമോഷൻ, അവരുടെ മക്കളെ പഠിപ്പിക്കാനും അവർ ആ ഒരു മെൻ്റൽ ഫ്രെയിമിലാണ്. ബട്ട് the elderly person is on the winding down or the closure stage. The fourth thing we should understand is a lot of the medical conditions happen in old age. ഇപ്പം ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഒരു 40 years വരെ വരാനുള്ള സാധ്യത കുറവാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സാധ്യത കുറവാണ്. അതേ സമയത്ത് 40 years കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇറ്റ് ഇസ് upwards. So the higher the age, the higher the probability of developing cancer, even heart disease, stroke, Parkinson's, all of these diseases, higher the age, higher the probability. So everybody should take a medical insurance. ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ആക്ച്വലി പണ്ടത്തെ ആൾക്കാരൊന്നും ദേ നെവർ ബോതേഡ്. ബിക്കോസ് പണ്ട് ഞാൻ നോക്കി ഒരു 20 years ബാക്ക് ഒരു 10 ദിവസം ആശുപത്രി കിടന്നാൽ കൂടി വന്നാൽ 20,000 rupees മാക്സിമം. Today cost of healthcare has increased exponentially. ഇപ്പോൾ ലാക്സ് തികയത്തില്ല. ഈവൻ ഗോൾഡ് ലോൺ എടുക്കാനുള്ള മോസ്റ്റ് കോമൺ റീസൺ ഇസ് ഫോർ പേയിങ് ഹോസ്പിറ്റൽ ബിൽസ്. ആൾക്കാർ കടത്തിലോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കാരണം ഹെൽത്ത് കെയർ ആണ്. സോ ഫാമിലീസ് ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ എ elderly person being hospitalized. ഇന്നലെ നാളെ ഒരു elderly person will be hospitalized. One of the things families should ensure is health insurance for the seniors, because this is a big deciding factor also in taking treatment. Then the last thing is financial needs. ഇപ്പോൾ ഒരു elderly ആൾ അല്ലെങ്കിൽ ഒരു senior citizen പലപ്പോഴും their income is not there. ഇപ്പോൾ ഒരു 85-year-old വ്യക്തിയെ 25 വർഷം മുമ്പാണ് റിട്ടയർ ചെയ്തത്. 25 വർഷം മുമ്പ് 25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് കിട്ടും. ഇപ്പൊ 2 തവണ ആശുപത്രി കിടന്ന ആ 25 ലക്ഷം രൂപ പോയി. സോ ദേ ആർ the maximum healthcare cost is towards the last decade of life. At least take medical insurance and insure your family. ഞാൻ പറയുന്നത് ഒരു 50 വരെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് 50 above and now you need a medical checkup for 50 and above or 45 and above. I'm not sure of the exact age, but get it at as early as possible and your likelihood of needing it will be very high above 50. And 50 above ഉള്ള ആൾക്കാർ at least minimum 10 lakhs coverage. 25 ideal, but at least 10 lakhs coverage above 50. But less than 50, even up to 5 lakhs or is sufficient എന്നാണ് I feel. ആൻഡ് ഈ പ്രായമുള്ളവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അവരുടെ ആസറ്റ്സ് എന്ന് പറയുന്നത് വേർ റിയൽ എസ്റ്റേറ്റ്, ഇല്ലിക്വിഡ് ആസറ്റ്സ്. ഒരു വീടിൻ്റെ ഒരു മൂല നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കിച്ചണോ ബാത്റൂമോ ബെഡ്റൂമോ നമുക്ക്. പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചാൽ താമസിക്കുന്ന വീട് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ പറമ്പ് വാങ്ങിച്ചിടുക അല്ലെങ്കിൽ അടുത്തൊരു വീട് വാങ്ങിക്കുക. ആൻഡ് ദേ ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ ടു റിയൽ എസ്റ്റേറ്റ് ബിക്കോസ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് asset class to invest in. പക്ഷേ ഇപ്പം റിയൽ എസ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ ഇസ് ബിക്കം എക്സ്പെൻസീവ്. പലപ്പോഴും പീപ്പിൾ ആർ ഗെറ്റിംഗ് ചീറ്റഡ്. there was a lady, she signed off prime property because ഈ ചുറ്റുമുള്ളവർക്കറിയാം ഇവരുടെ മെൻ്റൽ കണ്ടീഷൻ ഡിറ്റീറിയേറ്റ് ചെയ്യുകയാണെന്നും ഇവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതും ഇവരുടെ മെമ്മറി മാത്രമല്ല ജഡ്ജ്മെൻറ്റ്. ഇപ്പം എനിക്കറിയാം ഒരാൾ എൻ്റെ മകനോ മകളോ അല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ കോടികൾ വില വരുന്ന ഒരു സ്ഥലത്തിൻ്റെ ആധാരമൊന്നും ഞാനൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് കൊടുക്കത്തില്ല. ബട്ട് ഇവർക്ക് മെമ്മറി മാത്രമല്ല റീസണിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഈ ഒരാൾ എന്നെ പറ്റിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അത് ഇവർക്ക് നഷ്ടപ്പെടും. സോ ഷീ ഗേവ് ഓഫ് crores worth property. There was a very senior, ഒരു വളരെ സീനിയർ ഒഫീഷ്യൽ who was working in one of the top companies here. അദ്ദേഹം I was living alone with a caretaker. മകൻ ആക്ച്വലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ബാങ്കിൽ 900 rupees ഉള്ളൂ. ലക്ഷങ്ങൾ 25 lakhs ഒറ്റ ട്രാൻസാക്ഷൻ സൈൻ ചെയ്ത് കൊടുത്തു ചെക്ക്. ബിക്കോസ് ദേ ഡോണ്ട് നോ റീസണിങ് വേണമല്ലോ. ഇത്രയും പൈസയുടെ വാല്യൂ ഉണ്ടെന്നും ഇത്രയും
എമൗണ്ട് ബാങ്കിൽ ഉണ്ടെന്നും അങ്ങനെയുള്ള റീസണിങ്ങോ ജഡ്ജ്മെൻറ്റ് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല നമ്മുടെ ഒരു പേരൻറ്റിന് ഇങ്ങനെ സംഭവിക്കാമെന്ന്. ലൈക്ക് നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് എൽഡർലി ആൾക്കാർ ഈ സ്കാമുകളിലും ഒക്കെ പെടുന്നുണ്ടല്ലോ. Exactly, because they don't have that ability to understand that they are being scammed. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഏജിൽ ഈവൻ ദർ ഇസ് എ സ്റ്റഡി അബൌട്ട് AI. ഇപ്പം ഏജ് അബവ് 40 they believe AI or chat GPT only 50%. പക്ഷേ ഏജ് ലെസ് ദാൻ 14 അവർ 100% AI ബിലീവ് ചെയ്യുന്നുണ്ട്. Yeah. നമ്മുടെ ആ ഒരു ഏജ് എന്ന് വെച്ചാൽ ന്യൂസ് കണ്ടൊരു ജനറേഷനാണ്. അതെ. 7 മണിക്കൊരു ന്യൂസ് ഉണ്ട്, അത് എല്ലാവരും കൂടെ ഇരുന്ന് കാണും. ആൻഡ് ആ ന്യൂസ് ചാനൽ പറയുന്ന വാർത്തയാണ് വാർത്ത. അതെ. ഈ പ്രായമുള്ളവർ ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള ചാനൽസ് കണ്ടാൽ വാട്സാപ്പിൽ ഇരുന്ന് എല്ലാം വിശ്വസിക്കുന്ന കൂട്ടരാണ്. എക്സാക്ട്ലി. ആൻഡ് അവർക്ക് ADHD ഇല്ല, അതുകൊണ്ട് അവർ ഫുൾ ഇരുന്ന് കാണും. ലാസ്റ്റ് വരെ കാണും, ക്ലിക്ക് ചെയ്യും, ലിങ്കിൽ പോവും, എല്ലാം അവർ വിശ്വസിച്ച് ചെയ്യും. സോ ഫാമിലി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ മക്കളോട് പറയുന്ന കാര്യങ്ങൾ ഐ യൂഷ്വലി ടെൽ ചിൽഡ്രൻ ഹു ആർ നോട്ട് ഹിയർ. 1, CCTV സർവൈലൻസ് ക്യാമറ ഈസ് 1 തിങ്. 2, എമർജൻസി കോൺടാക്ട്സ്. നമ്മുടെ ഒരു മെഡിക്കൽ ഫയല്, ഒരു സമ്മറി ആൻഡ് മെഡിസിൻസ് ഉള്ള ഒരു ഫയല് വീട്ടിൽ പ്രിഫറബ്ലി സിറ്റിംഗ് റൂമിൽ തന്നെ ഡോറിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒരു ക്യാബിനറ്റ് വേർ ഈസ് ഈസി ടു ആക്സസ്. ബിക്കോസ് പെട്ടെന്ന് ഒരു വ്യക്തി രാത്രി ബാത്റൂമിൽ വീണു, നമ്മൾ ആംബുലൻസ് വിളിക്കുകയാണ്, അന്നേരം ഈ മരുന്നും മെഡിക്കൽ റെക്കോർഡും ഒന്നും തപ്പാനുള്ള നേരമില്ലല്ലോ. സോ മെഡിക്കൽ റെക്കോർഡ് ഫയലും ഒരു സമ്മറി, എന്തൊക്കെയാണ് മരുന്നുകൾ കഴിക്കുന്നത്, എന്തൊക്കെയാണ് ഹിസ്റ്ററി, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഒരു ഫയലായിട്ട് തന്നെ സൂക്ഷിക്കുക. ആ ഫയലോടെ കെയർ ടേക്കർ ആരാന്ന് വെച്ചാൽ അവരെ അത് ഏൽപ്പിക്കുക. എന്നിട്ട് ഒരു അഡീഷണൽ എമർജൻസി കോൺടാക്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കസിനോ നെയ്ബറോ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ഇവരുടെ ഒരു ഹെൽത്ത് കെയർ എമർജൻസീസ് നമ്മൾ എപ്പോഴും കരുതണം. വീട്ടിലുള്ള പേരൻസ് എത്ര ഹെൽത്തി ആയിക്കോട്ടെ, അവർക്കൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ വാട്ട് ഈസ് ദ പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ നേരത്തെ ഇഫ് ഈ പ്ലാൻ ഇറ്റ്സ്. നമുക്കിവിടെ 911 ഒന്നുമില്ല, പക്ഷെ ഒരു ആംബുലൻസ് വിളിച്ചാൽ വരും. ആൻഡ് വി ഡോണ്ട് ഹാവ് എ സിസ്റ്റം വെയർ മെഡിക്കൽ റെക്കോർഡ്സ് ആർ ആക്സസിബിൾ ഓൾസോ. ഇപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹോം നഴ്സായിട്ട് ചെന്നാൽ ദേ ഡോണ്ട് നോ ദി ഹിസ്റ്ററി ഈവൻ. ആൻഡ് ഇപ്പോൾ ഒരു പുതിയ ഒരു ഇതെന്ന് വെച്ചാൽ ലിവിങ് വില്ല്. നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം നമുക്ക് വെൻ വി ആർ ലിവിങ് ആൻഡ് വി ആർ സൗണ്ട് മൈൻഡ് സൗണ്ട് ഹെൽത്തിലുള്ളപ്പോൾ നമുക്ക് ആ തീരുമാനം എടുക്കാം. ആൻഡ് വി ക്യാൻ ആക്ച്വലി രജിസ്റ്റർ ഇറ്റ്. അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ. ഡിസൈഡിങ് ആൻഡ് റൈറ്റിംഗ് ദാറ്റ് ഇഫ് ഐ ഹാവ് എ മെഡിക്കൽ ഇൽനെസ് വിച്ച് ഇസ് ടെർമിനൽ ഓർ വിച്ച് ഇസ് വെരി സീരിയസ്, ഐ ഡു നോട്ട് വാണ്ട് ടു ബി വെന്റിലേറ്റഡ്. ആ സമയത്ത് എനിക്ക് തീരുമാനം എടുക്കാൻ ശക്തി ഇല്ലെങ്കിൽ this will act as the This will be the final, because what happens is കാഷ്വാലിറ്റി ഡോക്ടർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എമർജൻസിയിൽ പേഷ്യൻ്റ് വരും, പേഷ്യൻ്റ് കൊലാപ്സ്ഡ് ആണ്. ആൻഡ് നമ്മുടെ റിഫ്ലെക്സ് ആണ് 80 years ആണെങ്കിലും 90 years ആണെങ്കിലും 20 years ആണെങ്കിലും ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഉത്തരവാദിത്വം. സോ വി വിൽ പുട്ട് ഓൺ ദ വെന്റിലേറ്റർ, വി ഹാവ് ടു റിസസിറ്റേറ്റ്. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയും ഡോക്ടർ കാശുണ്ടാക്കാൻ വേണ്ടി ICUലേക്ക് ഉണ്ടാക്കി. നെവർ. I don't think that is even true. Actually what happens is ഓക്സിജൻ ലെവൽ കുറയുമ്പോഴത്തേക്ക് that is a reflex for any doctor in the casualty. അവർക്ക് അന്നേരം കാനഡയിൽ കിടക്കുന്ന മകനെ വിളിച്ചിട്ട് നമുക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് 8 minutes only the brain will survive without oxygen. ആ ഒരു ക്രൂഷ്യൽ പീരീഡാണ്. അന്നേരം നമുക്ക് ഫോൺ വിളിക്കാനൊന്നുള്ള നേരമില്ല. ഇറ്റ്സ് അവർ ഡ്യൂട്ടി to ensure that we save that life. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ this helps to know that okay, this patient never wanted aggressive treatment or active ventilation. അങ്ങനത്തെ ഒന്നും വേണ്ട. നീ പേഷ്യൻ്റ് ഓൾറെഡി ഈ വ്യക്തി ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്കത്. ബട്ട് ഓഫ് കോഴ്സ് ടുഡേ there is a lot of legal procedures also associated with that which are still being reformed. അതൊരു ഫുള്ളി എക്സിക്യൂഷണൽ സ്റ്റേജിലായിട്ടില്ല. ബട്ട് it has come in from, in fact, very notable personalities like Kochausev Chitlapalli, a few people in ipo Thrissur kore pere they retired alkar, they have combined and they have prepared their own living will. So it helps, especially when your children are not here. And if the children are here also or abroad. I remember oru patient, actually she was very healthy, 82-year-old. ഒറ്റയ്ക്കാണ് താമസിക്കുന്ന, ഈവൻ എല്ലാ ജോലികളും തന്നെ ചെയ്യും. ഒരു മെയ്ഡ് രാവിലെ വരും എന്നല്ലാതെ കുറച്ച് നേരം ആ മെയ്ഡ് വരും പോകും. ഈ അമ്മച്ചി ഈ മെയ്ഡ് വരുമ്പോഴത്തേക്ക് തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ആ പൊസിഷനിൽ കുഴഞ്ഞു വീണതായിട്ടാണ് കണ്ടത്.
അപ്പം ഇമ്മീഡിയറ്റ്ലി ആംബുലൻസ് വിളിച്ചു, ആശുപത്രിയിൽ വെച്ച് മക്കൾ പുറത്താണ്. അപ്പം ഇറ്റ് വാസ് എ ബ്ലീഡ് ഇൻ ദ ബ്രെയിൻ. അപ്പം ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ടുക്ക് ഹെർ ഇൻ ഫോർ സർജറി, ഡിഡ് എവറിത്തിങ്. ആൻഡ് ഈ മകൻ ആക്ച്വലി ഹി കെയിം ടു അവർ ഹോം. ഈ സർജറി എല്ലാം ചെയ്തിട്ടും അമ്മയ്ക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. ഷീ വാസ് ഒരു വെജിറ്റബിൾ ആയിരുന്നു. ഹി കെയിം ടു ദ ഹോം ആൻഡ് ഹി വാസ് ക്രൈങ്. ഹി സെഡ്, അമ്മ എന്നോട് പറഞ്ഞതാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ICU കിടത്തരുത്. എനിക്ക് ആ ഒരു വിഷ് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. സോ ഐ സെഡ് യു നെവർ എക്സ്പെക്ട്. ഷീ സെഡ് അമ്മച്ചി ഭയങ്കര ഹെൽത്തി ആയിരുന്നു. ഇവൻ ലാസ്റ്റ് ഡേ വരെ തേങ്ങ തിരുമ്മി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഹെൽത്ത് ലെവൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സോ പീപ്പിൾ ജനറലി ചിൽഡ്രൻ ആർ നോട്ട് എക്സ്പെക്ടിങ് ദറ്റ് എൻ്റെ പേരൻറ്റിനെ പെട്ടെന്നൊരു വരത്തില്ല എന്നൊക്കെ, ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ള ഒരു തിങ്കിങ് അവർക്കില്ല. ബട്ട് ഇഫ് യു ആർ പ്രിപ്പയർഡ് then it helps. So to be mentally prepared for medical emergencies is one thing that the family has to do. Secondly, even the elderly person, അവരും അവരുടെ വിഷസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ കൾച്ചറിൽ ഒരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. ശരി. ഒരു വിൽപത്രം എഴുതാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു 5-6 തലമുറകളായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഡെഫിനറ്റ്ലി that is the ആൻഡ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് ഡിസ്കസ് ചെയ്യത്തില്ല. സെക്കൻഡ്ലി ഇപ്പോൾ ഈവൻ RBIയിൽ എന്തുമാത്രം അൺക്ലെയിംഡ് അക്കൗണ്ട്സ് ആണുള്ളത്. നോമിനി ആരാന്ന് പോലും അറിയത്തില്ല. ക്യാൻ യു ഇമാജിൻ? അപ്പം ദാറ്റ് മീൻസ് സോ മച്ച് ഓഫ് ആസറ്റ്സ് ദാറ്റ് ദേ ഹാവ് വിച്ച് ഈവൻ ദേ ഡോണ്ട് നോ. മക്കൾ അറിയാതെ പോകുന്നു. സോ ഇതെന്തുകൊണ്ടാണ്? കൾച്ചറലി വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഡെത്ത്. ഡെത്ത് ഒരു ടാബു സബ്ജക്റ്റാണ്, ആരും ഡിസ്കസ് ചെയ്യത്തില്ല. എന്നാൽ അതൊരു റിയാലിറ്റിയാണ്. ആൻഡ് പുറത്തൊക്കെ വില്ല് എഴുതിയില്ലെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ എല്ലാം കൊണ്ടുപോകും. ഇറ്റ് ഗോസ് ടു ദ ഗവൺമെൻറ്. സോ പീപ്പിൾ റൈറ്റ് എ വിൽ. എന്തുമാത്രം കേസും കോടതിയും ഒക്കെ ഒഴിവാക്കാം ഈ ഒരു വിൽപത്രം എഴുതി വെക്കുകയാണെങ്കിൽ. ബട്ട് പലപ്പോഴും അവർക്ക് മക്കളെ വിശ്വാസമില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ പറയും, അവർക്ക് അവരുടെ മക്കളെ അറിയാം, ഇവരുടെ തന്നെ മക്കളല്ലേ. ഇപ്പം കേരളത്തിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു അസിസ്റ്റഡ് ലിവിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലോ എന്താണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ, ഏജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ. ഒരു അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി ഇവിടെ ഒരു 2 ആഴ്ചത്തേക്ക് ഒരു കല്യാണം കൂടാൻ വന്നു. അപ്പച്ചനൊരു ഈസ് 85 ബട്ട് സ്റ്റിൽ വർക്കിംഗ് ഇൻ US. ഈ അച്ഛനും അമ്മാമ്മയും ഇവിടെ ഒരു കല്യാണം കൂടാനായിട്ട് വന്നതാണ്. കല്യാണം കൂടിയിട്ട് ഒരു ദിവസം ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് കൈ കഴുകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റെപ്പ് തെന്നി. ഷീ ഫെൽ ഡൗൺ, ഫ്രാക്ചർഡ് ഹർ ഹിപ്പ് ആൻഡ് had a surgery. For 3 months now she's still not able to walk. So first thing is infrastructure. I mean even ട്രെയിനിൽ എൻ്റെ ഹോമിൽ തന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ 2 സ്പൗസസ് ഈ ട്രെയിൻ ട്രിവാൻഡ്രത്തു നിന്ന് കയറി ഇറങ്ങി തന്നെ കാല് ഫ്രാക്ചർ ആയവരുണ്ട്. സോ trains are really, to get on a train and get off a train, your knee joint has to work. ഇപ്പോൾ ഈ സീനിയർ സിറ്റിസൺസിന് ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രാവൽ ഇൻ ഇന്ത്യ. ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇവരുടെ ഒരു ലൈക്ക് ഡെത്തിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് ലീഡ് ചെയ്യുന്നത് ഈ വീഴ്ചകളാണല്ലേ? കറക്റ്റ്. ആൻഡ് ഇവർക്കൊരു ലെവൽ സർഫസ്, നമ്മുടെ ഇവിടുത്തെ റോഡിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണല്ലോ നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദം ബസ്സേ കയറാൻ. സോ ട്രാവൽ ഇറ്റ് സെൽഫ് ഇസ് ഡിഫിക്കൽട്ട്. ലുക്ക് അറ്റ് സം കൺട്രീസ്, ഐ മീൻ അവർ വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് ഈസ് ടു മേക്ക് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഏജ് ഫ്രണ്ട്ലി. സെക്കൻഡ്ലി, ടു ആക്ച്വലി എൻകറേജ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എൽഡേഴ്സ്. ഇപ്പം കേരളത്തിൽ യൂത്ത് ഇല്ല, എല്ലാവരും പോവാണ്. ശരി, പ്രായമുള്ളവരുണ്ട്, അവർക്കല്ലേ എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. പക്ഷേ അനദർ ചാലഞ്ച് വിത്ത് എൽഡർലി പീപ്പിൾ ഇസ് അവർ ഒരു പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയുടെ അടിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്കെല്ലാം അറിയാം എന്നുള്ള മട്ടും ഭാവമുണ്ട്. അതർവൈസ് വി ഹാവ് ടു സ്റ്റാർട്ട് skilling centers for employing senior citizens so that they are active, at least part-time ആയിട്ടോ full-time ആയിട്ടോ, where they can work. Many of them want to be involved in something, പലപ്പോഴും not as full-time, ബട്ട് അവർക്ക് വീട്ടിലെ കാര്യങ്ങളും നോക്കാനുള്ള ടൈം പാസ് പോലെ എന്തെങ്കിലും. ദേ ഹാവ് സോ മച്ച് എക്സ്പീരിയൻസ്. മെനി സ്റ്റാർട്ട് ബിസിനസ്സസ് ആൻഡ് ഓൾ ആഫ്റ്റർ ദാറ്റ് ഏജ്, ബട്ട് സം എംപ്ലോയബിലിറ്റി വേർ അവർക്ക് ടൈമും അവരുടെ സ്കില്ലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങൾ.
ആൻഡ് തേർഡ്ലി ഈ കെയർ ഹോംസ് ഇപ്പോൾ ഐ തിങ്ക് ഈവൻ ഗവൺമെൻറ് ലെവലിലും പലതും തുടങ്ങാനുള്ള പ്ലാനും ഒക്കെ പേപ്പറിലുണ്ടായിരുന്നു. ദാറ്റ് ഗവൺമെൻറ് ലെവലിൽ തന്നെ കെയർ ഹോംസ് തുടങ്ങാനുള്ള ഒരു പ്രോഗ്രാമൊക്കെ ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട്. കെയർ ഹോംസിന് ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ കാറ്റഗറി പോലും ഇപ്പോൾ നിലവിലില്ല. സോ ടു ബ്രിങ് ഇൻ എ രജിസ്ട്രേഷൻ കാറ്റഗറി ഫോർ എൽഡർ ഹോംസ്, അസിസ്റ്റഡ് ഹോംസ്, ഇപ്പോഴും ഇതിനകത്തൊരു ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. ഇതിനകത്തുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ ഇല്ല. സോ ഫ്രം ദ ഗവൺമെൻറ് സൈഡ് ലോട്ട് ഓഫ് തിങ്സ് ആർ റിക്വയർഡ് ആൻഡ് ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഇസ് ദ ബെസ്റ്റ് വേ ഫോർവേഡ്. ചിലപ്പം ഗവൺമെന്റിന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റിന് എല്ലാം ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റിലാണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കത്തില്ല അല്ലേ? അതെ. സോ ഇൻഷുറൻസ് ഇസ് എ ബിഗ് തിങ്. ഇപ്പൊ ഈ ഒരു സെഗ്മെന്റ് ഇൻഷുറൻസ് ഇല്ല. ഈ ഹോസ്പിറ്റൽസിൽ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ ആക്ച്വലി ദ കോസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റൽ കെയർ ഇസ് മച്ച് മോർ. ആൻഡ് ഈ ക്രോണിക് ഇൽനെസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കെയർ ആ 10 ദിവസം കഴിഞ്ഞ് പിന്നെ 3, 4, 5, 6 വർഷമാണ് അവർ ജീവിക്കുന്നത്. അന്നേരം ആ ഒരു പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഫേസ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല. കെയർ ഹോംസിനുള്ള ഇൻഷുറൻസ് പോളിസീസ് ഇല്ല. ദേ നോ ടുമോറോ ദാറ്റ് ദേ വിൽ നീഡ് ഇറ്റ്. അതുകൊണ്ട് ആ ഇൻഷുറൻസ് സെക്ടർ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഈ അസിസ്റ്റഡ് സെക്ടറും ഡെവലപ്പ് ചെയ്തു. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവരെടുത്തു. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തു. അപ്പം അടുത്തൊരു 10 വർഷത്തിൽ where do you see ഈ ഒരു സെഗ്മെന്റ്? This is a rapidly growing population. ഇപ്പോൾ കേരളത്തിൽ by 2030 to 35, 25% of Kerala will be above the age of 60. Currently, it is at about 15%, but it is going to grow very rapidly. ഇത് നിതിൻ കാമത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ദ സിൽവർ എക്കോണമി എന്ന് പറഞ്ഞിട്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു കേറ്റർ ടു ദിസ് സെഗ്മെന്റ്. ട്രാവൽ പോകണമെങ്കിൽ ഇവർക്ക് ഒരു ഗ്രൂപ്പ് ട്രാവലും പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി ഒരു ഗ്രൂപ്പായിട്ട് പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് പലർക്കും പൈസയുണ്ട്. ദേ വോണ്ട് ഒരു ലെഷേർഡ് ട്രാവൽ, അല്ലെങ്കിൽ ദേ വോണ്ട് സ്റ്റേസ് വിച്ച് ആർ suitable for them. They want restaurants which are suitable for them. They want gyms which are suitable for ഒത്തിരി എല്ലാ segments of seniors. We should, I think of catering to this segment. The active seniors, the assisted seniors, the bedridden seniors, ഇവർക്കൊക്കെ in the next 10 years there's going to be a huge requirement. Next 10 years elder care is a big space. ഹോം കെയർ, അസിസ്റ്റഡ് കെയർ, റിട്ടയർമെൻറ്റ് ഹോംസ്, പലരും ഈ ഒരു സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. ആൻഡ് ഈവൻ ഫ്രം ദ ഗവൺമെൻറ് സൈഡ് ഐ തിങ്ക് ലോട്ട് ഓഫ് ഇവർക്ക് ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രായമായവർക്ക് പ്രത്യേക ഒരു ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു എന്തൊക്കെയായിരിക്കും സ്റ്റെപ്സ് വരുന്നത്? പ്രായമാകും തോറും ഇവർക്ക് ടേസ്റ്റ് ബഡ്സ് ഇതെല്ലാം കുറയും. സോ എന്നും കംപ്ലൈന്റ് ആയിരിക്കും, ഫുഡിന് ടേസ്റ്റ് ഇല്ല, എരിവ് കൂടിപ്പോയി, ഉപ്പില്ല. ആക്ച്വലി അവരുടെ ടേസ്റ്റ് ബഡ്സ് ആണ് ദ ഇഷ്യൂ. സോ ചിലർക്ക് ആക്ച്വലി ആസ് ദ ഏജ് ഈ ബവൽ പ്രോബ്ലംസ് ഇതൊക്കെ കൂടും. അവർക്കൊരു ഡയറ്റ് എന്ന് പറയുന്നത് ഹാസ് ടു ബി ടൈലർ മെയ്ഡ് ടു ദെയർ നീഡ്സ്. പലർക്കും സ്വോളോയിങ് ബുദ്ധിമുട്ട് കാണും. അപ്പം ഇച്ചിരൂടെ ഇപ്പം ഞങ്ങളെ ഹോമിലാണെങ്കിലും ഞങ്ങൾക്ക് ആവറേജ് ഏജ് ഒരു 75 to 95 ഏജ് ഗ്രൂപ്പാണ്. പലർക്കും പല്ലില്ല, അല്ലെങ്കിൽ ദേ കനോട്ട് ചൂ ദ ഫുഡ്. അപ്പം നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഓവർ കുക്ക് ചെയ്യും ചോറ്, സോ ദാറ്റ് ദേ ക്യാൻ സ്വോളോ ഇറ്റ് ഈസിലി. സ്വോളോയിങ് മേ ബി അഫക്റ്റഡ്. ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഡയറ്റ് എന്നല്ല, പ്രോട്ടീൻ ഇച്ചിരി ഡയറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ആൻഡ് അതിൽ നമ്മുടെ ഒരു കേരള ഡയറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഭയങ്കര കാർബ് റിച്ച് ആണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ആക്ച്വലി പ്രോട്ടീൻ വർഗ്ഗങ്ങൾ കൂട്ടുക ഡയറ്റിൽ. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട്. ഇവരോട് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ഒരു പ്രായമുള്ളൊരു അമ്മ, ഞാൻ ഇത്രയും വർഷം ഇത് കഴിച്ചാൽ ഞാൻ ജീവിച്ചത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആക്ച്വലി അവർക്ക് 82 ഇയേഴ്സ് ഇത്രയും വർഷം വരെ ഇത് കഴിച്ച് ഇവിടം വരെ എത്തി. സോ സംതിങ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ വഴക്കിടുന്നത്, ഈവൻ വീട്ടിലാണെങ്കിലും. പിന്നെ ഷുഗർ, പലപ്പോഴും ഞാൻ എൽഡർലി ആൾക്കാരുടെ മക്കളോട് നിങ്ങൾ ഷുഗർ ഒത്തിരി ടൈറ്റ്ലി അത് ഞാൻ എനിക്ക് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 സൈഡ് കേട്ടിട്ടുണ്ട്. പ്രായമായവർക്ക് അവർക്കിപ്പോൾ ഒരു ലഡു കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒട്ടും കൊടുക്കാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന മക്കളുണ്ട്. പക്ഷെ അതേസമയം വേറൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര ലീനായിട്ട് അപ്പോൾ കഴിച്ചോ, കുറച്ചാളും കൂടെ അല്ലേ ജീവിക്കത്തുള്ളൂ, ഒരെണ്ണം കഴിച്ചോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം അതിൻ്റെ ബാലൻസ് എവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സോ ഐ ഓൾസോ
ടെൽ ദ സെയിം. ഞാൻ പറഞ്ഞു അവരുടെ ഒരു ആഗ്രഹം വൺസ് എ വീക്കോ ട്വൈസ് എ വീക്കോ വല്ല ഒരു ചീറ്റ് ഡേ നമുക്ക് അലൗ ചെയ്യാം, എല്ലാ ദിവസവും വേണ്ട. ബട്ട് ആഴ്ചയിൽ ഒരിക്കലോ നമ്മൾ പിള്ളേരുടെ അടുത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫുള്ളി ഓക്കെ റെക്ലെസ് ആണ്, ഇറസ്പോൺസിബിൾ രീതിയിൽ മാനേജ് ചെയ്ത്, ബട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് അവർ, പ്രത്യേകിച്ച് അവരുടെ ഈ കൊതി കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനും ഓർക്കും വി കനോട്ട് ബി സോ സ്ട്രിക്റ്റ്. അയ്യോ, ദെൻ വാട്ട് ഈസ് എ ക്വാളിറ്റി ഓഫ് ലൈഫ്? കറക്റ്റ്. See, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആഫ്റ്റർ എൻ ഏജ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്. നമ്മളൊരു ലഡ്ഡു കഴിച്ച് മരിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷത്തോടെ മരിക്കും. അപ്പോൾ ഡോക്ടർ, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തതും ഡിസ്കസ് ചെയ്യാത്തതുമായിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഇതിനകത്ത് വരും. ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് അവയർനെസ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച്. Thank you so much for being part of this podcast. Thank you for having me.